ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ നായകനാകുന്ന ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ കൽബറിഞ്ഞുകൊണ്ട് എന്നെ പ്രിയമുള്ള പേരാല് കണ്ണൂര് നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള വാപ്പമാരോട് ഉമ്മമാരോട് പറയുകയാണ്, കൽബറിഞ്ഞുകൊണ്ട് മദീനയുടെ നായകന്റെ ചാരത്തേക്ക് എന്നെ പ്രിയമുള്ളവരെ സലാത്തുകൾ ഒഴുക്കിക്കൊള്ളുക. മദീനയുടെ നായകന്റെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ സലാത്തുകളുണ്ടല്ലോ, ഒഴുക്കിക്കൊള്ളുമ്പോ ഇൻഷാ അല്ലാഹ് സ്വർഗമെന്ന് പറയുന്ന പ്രതിഫലമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ കരകടമാക്കാൻ കഴിയുന്നതാണ്. 5 കൊല്ലത്തിൽ ഒരിക്കലും നടക്കുന്ന ഉറൂസിന് വേണ്ടി തടിച്ചുകൂടുന്ന എന്റെ പ്രിയമുള്ള വാപ്പമാരോട് ഉമ്മമാരോട് പറയുകയാണ്, ഇന്നലെ വരെ ഹറാമുകൾ ചെയ്തവരാണോ, ഇന്നലെ വരെ തിന്മകൾ ചെയ്തവരാണോ, ഇന്നലെ വരെ മോശത്തരങ്ങൾ ചെയ്തവരാണോ, ഇന്നലെ വരെ കള്ളുകൾ കുടിച്ചവരാണോ, ഇന്നലെ വരെ വ്യഭിചരിക്കാൻ വേണ്ടി ഓടി നടന്നവരാണോ, ഇന്നലെ വരെ എന്റെ പ്രിയമുള്ളവരെ ഹറാമുകൾ ചെയ്യാൻ വേണ്ടി വെമ്പിൽ കൊള്ളവരാണോ, പലിശയ്ക്ക് പൈസ എന്റെ പ്രിയമുള്ളവരെ വാങ്ങിയവരാണോ, പലിശയ്ക്ക് പൈസ എന്റെ പ്രിയമുള്ളവരെ കൊടുത്തവരാണോ, ഈ മക്കാമിനെ എതിർത്തവരാണോ? എന്നാൽ എന്റെ പ്രിയമുള്ളവരോട് സ്നേഹത്തിന് ഞാൻ പറയുകയാണ്, ഈ മനോഹരമാകുന്ന പേരാല് കണ്ണൂരിന്റെ ഉറൂസ് എന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ ഒരു മാറ്റത്തിന്റെ സദസ്സാണ്. ചെറുപ്പക്കാരാ, ഇന്നലെ വരെ തെറ്റുകളുടെ കൂമ്പാരം ചെയ്തവരോട് സ്നേഹത്തോടു കൂടി പറയുകയാണ്, ഈ സദസ്സിൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തോ. ഈ മക്കാമിന്റെ ചാരത്തിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിട്ട് ഈ മക്കാമിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ളവരോട് പറയുകയാണ്, ഈ മഹാനയന്റെ പ്രിയമുള്ളവരെ സാക്ഷിയാക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ, തൗബ ചെയ്തോ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹ് നീ പുറത്തു തരണേ, അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങൾ റഹ്മാനേ നീ പുറത്തു തരണേ, അല്ലാഹ് സ്വീകരിക്കണേ, അല്ലാഹ്. ഇന്നലെ വരെ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തോട്ടെ ഒരു പ്രശ്നമില്ല. ഇന്നലെ വരെ നമ്മൾ എന്തെല്ലാം തെമ്മാടി തരങ്ങൾ ഈ പേരാല് കണ്ണൂരിന്റെ പരിസരത്തൂടെ നമ്മൾ ചെയ്തു നടന്നോട്ടെ. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തിൽ പറയാനുള്ളത്, ഇന്ന് ഈ സദസ്സിൽ നിന്നിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയണത്, ഒരു കുട്ടി എങ്ങനെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തേക്ക് വീണു? 60 വയസ്സുള്ള കുട്ടിയല്ല, അഹമ്മദ് കുട്ടിയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഏത് കുട്ടി ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്നു അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. ആ ഖുർആനിലൂടെ എന്റെ പ്രിയമുള്ളവരെ പടച്ച തമ്പുരാന് പറഞ്ഞു തരികയാണ്, ഖുർആനിനെ പഠിക്കുന്നവരെ, ഖുർആനിനെ ഓതുന്നവരെ, ഖുർആനിനെ പ്രണയിക്കുന്നവരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, പടച്ചവനെ എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ മരിക്കുമല്ലോ, എല്ലാവരും അതാ മരണത്തിന്റെ രുചികളുണ്ടല്ലോ ആസ്വദിക്കുന്നതോ. ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദികളിലിട്ട് നീ നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കിടന്നുറങ്ങുമ്പോ, ഭർത്താവുമായി ചുംബനം കൊടുത്ത് കിടന്നുറങ്ങുമ്പോ, ഭാര്യമായി കിടന്നുറങ്ങുമ്പോ, മക്കളുമായി കിടന്നുറങ്ങുമ്പോ, മാതാപിതാക്കളുമായി കിടന്നുറങ്ങുമ്പോ, നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ പ്രിയമുള്ളവരെ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നത് എങ്ങനാ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സകാത്ത് കൊടുത്തവരാണോ? സദഖ കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? ഈ മഹാന്റെ പൊരുത്തം വാങ്ങിച്ചവരാണോ? റസൂലുള്ളാഹിയുടെ പൊരുത്തം വാങ്ങിച്ചവരാണോ? എന്നാൽ അസ്റായീലിന്റെ പ്രിയമുള്ളവരെ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നതാ. പടച്ചവനെ സുഗന്ധമുണ്ടല്ലോ, പരത്തിക്കൊണ്ട് പേരാലിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നതാണ്. നോമ്പ് പിടിക്കാതെ, നന്മ ചെയ്യാതെ, സദഖ കൊടുക്കാതെ, സകാത്ത് കൊടുക്കാതെ, എന്റെ പ്രിയമുള്ളവരെ പാവങ്ങളെ സഹായിക്കാതെ ഓടി നടന്നവരാണോ?
എന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ അസ്റായീൽ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ കറുകറുത്ത മുഖമായിട്ട് അസ്റായീൽ കടന്നു വരുന്നതാ. ദുർഗന്ധമെന്ന് പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരുന്നത്. അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുന്നു. 60 വയസ്സുള്ള വാപ്പ, 70 വയസ്സുള്ള വാപ്പ, 80 വയസ്സുള്ള വാപ്പ, 90 വയസ്സുള്ള വാപ്പ, 50 വയസ്സുള്ള വാപ്പ, 30 വയസ്സുള്ള വാപ്പ, 20 വയസ്സുള്ള ചെറുപ്പക്കാരോ നീയതാ കടന്നുകൊണ്ട് അസ്റായീലിനോട് പറയുകയാണ്, എനിക്കൊരു മണിക്കൂർ തന്നാണ്, എനിക്ക് ആഫിയത്ത് തന്നാണ്, എനിക്ക് ദീർഘായുസ് തന്നാണ്, ഞാനിത് നമസ്കരിക്കാം, നന്മകൾ ചെയ്യാം എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ അസ്റായീൽ പറയുകയോ, ഇനി നിനക്ക് സമയമില്ലടാ, ഇനി നിനക്ക് ആഫിയത്തില്ലടാ, ഇനി നിനക്ക് ദീർഘായുസില്ലടാ, പടച്ചവന്റെ പരലോകത്തേക്ക് നിനക്ക് പോകാൻ സമയമായടാ എന്നെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്. എന്നിട്ടതോ എന്റെ റൂഹുണ്ടല്ലോ അസ്റായീലിന്റെ പ്രിയപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് മരണവാർത്ത അറിയുകയാണ്, ഉസ്താദുമാരെ മരണവാർത്ത അറിയുകയാണ്. പേരാല് കണ്ണൂരിന്റെ മിഹ്റാബിലൂടെ, പേരാല് കണ്ണൂരിന്റെ മിനാരത്തിലൂടെ, കോളാമ്പിയിലൂടെ പള്ളിയിൽ ഉസ്താദിന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ മരണവാർത്തയുണ്ടല്ലോ വിളിച്ചു പറയുകയാ. നിന്റെ കൂട്ടുകാര് വീട്ടിലേക്ക് കടന്നു വരികയാ, വിദേശത്തുള്ള മക്കള് കടന്നു വരികയാ, മാതാപിതാക്കള് കടന്നു വരികയാ, ഭാര്യതാ കടന്നു വരികയാ, കൂടപ്പറമ്പുകള് കടന്നു വരികയാ, അയൽവാസികൾ കടന്നു വരികയാണ്. എന്നിട്ടതോ നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിൽ ഉസ്താദ് ദുആ ചെയ്യുകയോ. ഒരുപാട് പ്രവർത്തനങ്ങൾ പേരാല് കണ്ണൂർ ചെയ്തവരാ, ഒരുപാട് നന്മകൾ പേരാല് കണ്ണൂർ ചെയ്തവരാ. അല്ലാഹുവേ പടച്ചവനേ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ഉസ്താദ് നിനക്ക് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ കണ്ണുനീരോടുകൂടി ദുആ ചെയ്യുകയാണ്. കുളിക്കാതെ വൃത്തിയില്ലാതെ നടന്നവരാണോ, അത്തർ തേക്കാതെ നടന്നവരാണോ, സോപ്പ് തേക്കാതെ കുളിച്ചവരാണോ, നിന്നെയതോ എന്റെ കൂടപ്പുറപ്പീകൾ എന്നെ പ്രിയപ്പെട്ടവരെ കുളിപ്പിക്കുകയോ, നിന്നെ അതാ കഫുമ്പടതയിൽ പൊടയുകയാണ്, നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവരെ അത്തർ തേക്കുകയാണ്. എന്നിൻ്റെതാ നാട്ടുകാരന്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂടുകയാണ്. എന്നിൻ്റെതോ നിന്നെയതോ എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷത്തിലേക്ക് കയറ്റുകയാണ്. നീയതാ കരയുകയാണ്, നീയതാ നമ്പരപ്പെടുകയാണ്. നിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, നിന്നെയതോ സന്തോഷത്തിൽ എന്നെ പ്രിയമുള്ളവരെ കയറ്റിയിട്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോവുകയാണ്. ഇന്നുവരെ പടച്ചവന്റെ പള്ളിയിലൊന്നും മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ കയറാത്തവരെ, നിസ്കരിക്കാത്തവരെ, ദുആ ചെയ്യാത്തവരെ നിന്നെയതാ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിക്കുകയാ. എന്നിട്ടതോ നിന്നേതോ ഖബറിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോവുകയാണ്. പടച്ചവനെ മൂടുപടങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ വെക്കുകയാണ്. എന്നിട്ടതാ എന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, 3 പിടി മണ്ണുണ്ടല്ലോ വാരി വിടുകയാ. അതുകൊണ്ടാണ് ഖബറിനെ പറ്റി തലവ ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു വന്നത്, ഖബറും നോക്കിയിട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടങ്ങുവാ ഒട്ടു നീ കരയേണ്ടതാ, നടക്കു പകരോ അളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറെന്ന് എഴുതി കാണിക്കുമ്പോ അറിയാതെ കരയണം ചെറുപ്പക്കാരാ, അറിയാതെ കരയണം പെങ്ങള്. ഖബറിൽ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത് മലക്കന്റെ പ്രിയമുള്ളവരെ ഊതൂതുമ്പോ നീയതോ പടച്ചവന്റെ പരലോകത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. എങ്ങനെയാണ് കടന്നു ചെല്ലുന്നതെന്നറിയോ? കൈയില്ലാതെ, കാലില്ലാതെ, മൂക്കില്ലാതെ, ചെവിയില്ലാതെ, ശരീരത്തിന്റെ അവയവങ്ങളില്ലാതെ പടച്ചവനെ പന്നിയുടെ കോലത്തിലോ, നായയുടെ കോലത്തിലോ, കഴുതയുടെ കോലത്തിലോ, കുരങ്ങന്റെ രൂപത്തിലോ നീയതോ
പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവേ, സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ? പടച്ചവന്റെ പരലോകത്ത് നന്മയുടെ പ്രതിഫലങ്ങൾ കിട്ടുമോ തിന്മയുടെ പ്രതിഫലങ്ങൾ കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വരങ്കലിച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹുവേ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാണ്. ഈ പേരാല് കണ്ണൂര് നിറഞ്ഞിരിക്കുന്ന വാപ്പമാരോട് പറയുകയാണ്, ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരോട് പറയുകയാണ്, മറന്നു ധരിച്ചാല് പരലോകത്ത് വിജയിക്കണമെന്നില്ല. നിസ്കാര തലമുണ്ടെങ്കിലോ 5 വക്കത്ത് നിസ്കാരമെന്ന് പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിലോ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ വിജയിക്കാൻ കഴിയൂല. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയോ, ചില ആളുകളുണ്ടല്ലോ പരലോകത്തെ വിജയിക്കുന്നതാ. ചന്ദ്രന്റെ തറയിൽ നിന്ന് സൂര്യന്റെ കീഴിൽ നിന്ന് നഗ്നരായിട്ട് നിൽക്കുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ. പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ വിജയിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കാര്യങ്ങള് ഈ മനോഹരമാകുന്ന സദസ്സില് നമ്മൾ പഠിക്കാൻ പോവുകയോ. പടച്ചവനെ, അതിനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്, തരണേ എല്ലാവരും പടച്ചവന്റെ പരലോകത്ത് ഇങ്ങനെ പടച്ചോനെ സ്വർഗം കിട്ടുമോ റബ്ബേ, നരകം കിട്ടുമോ റബ്ബേ, ഈ പേരാല് കണ്ണൂര് ചെയ്തു കൂട്ടിയ തിന്മകളുടെ പ്രതിഫലങ്ങള് ഞങ്ങൾക്ക് കിട്ടുമോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറങ്കലിച്ചുകൊണ്ട് നിൽക്കുമ്പോ ചില ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്ത് വിജയിക്കും. ഞാനുണ്ടോ, നിങ്ങളുണ്ടോ? ചിലപ്പോ ഒരുപാട് സദസ്സുകളിൽ വഅദ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒരു കാര്യമില്ല. ഇവിടെ ഒരുപാട് സദസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, റസൂലുള്ള പറയുന്നു, ചില ആളുകള് പടച്ചവന്റെ പരലോകത്ത് വിജയിക്കും. ചില ആളുകള് പടച്ചവന്റെ പരലോകത്ത് വിജയിക്കും. നമ്മുടെ താത്തമാരൊക്കെ ഹിജാബ് ധരിക്കണവരാ, നിക്കാബ് ധരിക്കണവരാ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നിസ്കാരത്തഴമുണ്ട്, തൊപ്പിയുണ്ട്, വെള്ള വസ്ത്രമുണ്ട്, തലപ്പാവുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ചില ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്ത് വിജയിക്കൂല. അതാരാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിട പറയണം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. വിജയിക്കണ്ടപ്പ, വിജയിക്കണ്ടേ, പോണ്ടേ? ഞാൻ ചോദിക്കട്ടെ, സ്വർഗം വേണ്ടവരെന്ന് കൈവക്കിയ നോക്കട്ടെ. ഹനീഫക്ക ആദ്യം നിങ്ങൾ എല്ലാ ദിവസവും പൊക്കണേ, നിങ്ങളിപ്പം പോവില്ല, അധികം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ പറയുന്ന വിഭാഗങ്ങൾ ഒരു 3-4 വിഭാഗങ്ങൾ ഞാൻ പറഞ്ഞു, ഒരുപാടുണ്ട്, എല്ലാം ഞാൻ പറയണില്ല. ഒരു 3-4 വിഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വിട പറയണം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇരിക്കൂലേ, ഇരിക്കൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറയും നോക്കട്ടെ. പോരാ, ഒച്ച പറയും നോക്കട്ടെ. 5 കൊല്ലത്തിൽ ഒരിക്കലേ പറയാൻ പറ്റൂ, ഒന്നും കൂടെ പറഞ്ഞു നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ല 5 കൊല്ലത്തിൽ ഒരിക്കലല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം, അടുത്ത 5ാമത്തെ കൊല്ലം അല്ലെ, ഇതിപ്പോ 2023 അല്ലെ, 23 കഴിഞ്ഞ് 24, 25, 27, 28 റോസ് അല്ല, ഡേറ്റ് ഫിക്സ് ആക്കിയോ? ഇല്ലല്ലോ, ഇല്ലപ്പ, നിങ്ങൾ അപ്പോഴേ ഫിക്സ് ആക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ 5 കൊല്ലം കഴിയുമ്പോ സുലൈമാനും ഖദീജയും ഫാത്തിമ കൊണ്ടാന്ന് പറയാൻ പറ്റൂല. 5 കൊല്ലം കഴിയുമ്പോൾ ആശിഖ്ദാൻ ചിലപ്പോൾ കബറിൽ കിടന്നിട്ട് പുഴി തഴിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറയണത്, എന്റെ പ്രിയപ്പെട്ടവർ 5 കൊല്ലം കഴിഞ്ഞ് നന്നാകാൻ നിൽക്കണ്ട ഇൻഷാ അല്ലാഹ്. ഇന്ന് ഈ സദസ്സിൽ നിങ്ങൾ പറയും, ഉസ്താദേ അല്ല ഇവിടെ എത്ര ദിവസം? 15 ദിവസം. എത്ര? 14 ദിവസം. 14 ദിവസത്തെ ഉറൂസ. നിങ്ങൾ പറയും ഇന്ന് ദാരിമി, നാളെ വേറെ ഉസ്താദ്, മറ്റന്നാൾ വേറെ ഉസ്താദ്, ലാസ്റ്റ് ദിവസം നന്നാകാം എന്നായിരിക്കും നമ്മൾ കരുതണേ. വേണ്ടപ്പ അല്ലേ? അന്ന് എല്ലാ ഉറൂസും അങ്ങനെ ലാസ്റ്റ് ദിവസം ഭയങ്കര ആളായിരിക്കും. തുടക്ക ദിവസം ഒരു 15 പേര്, 2ാം ദിവസം ഒരു 30 പേര്, 3ാം ദിവസം ഒരു 35 പേര്, അങ്ങനെ അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും? സദസ്സ് നിറയും. അതെന്തേ? എല്ലാവരുടെയും വിചാരം എന്താ? 13 ദിവസം ഇപ്പൊ പോയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. 14ാമത്തെ ദിവസം കൂട്ടദ്വായും ഉസ്താദന്മാരൊക്കെ വരുമ്പോ അങ്ങനെ പോകാം. പക്ഷെ 14ാമത്തെ ദിവസം നിന്റെ 14 പള്ളിയിൽ ഉസ്താദന്മാര് വീട്ടിലിരുന്ന് കൊണ്ട് മൗലിദ് ചെല്ലനുണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു നന്നാകെ സൗഭാഗ്യം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് വിജയിക്കണ വിഭാഗങ്ങളാരാ? കേട്ടോ, കേട്ടോ. ഞാനിത് പറയുമ്പോ ഈ പറയുന്ന ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഉസ്താദ് പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ പരലോകത്ത് വിജയിക്കുമോ? ഞാൻ പരലോകത്ത് വിജയിക്കുമോ? എന്റെ പ്രിയമുള്ളവരോട് സ്നേഹത്തിൽ ഞാൻ പറയുകയാണ്, പടച്ചവന്റെ പരലോകത്ത് വിജയിക്കുന്ന വിഭാഗങ്ങളാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്. 1ാമത്തെ വിഭാഗം ആരെന്നറിയോ? പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയമുള്ളവരെ വിജയിക്കുന്ന 1ാമത്തെ വിഭാഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാണ്. അല്ലാഹുവേ, നാവിനെ സൂക്ഷിക്കുന്നവരാരാ?
ആരെങ്കിലും പറ്റി ഫലാ പറയുന്നവര്, ഫസാദ് പറയുന്നവര്, ഇവിടെ എന്റെ പ്രിയമുള്ളവര് ഉറൂസ് നടക്കുമ്പോ ഈ മഹാനെ എതിർക്കുന്നവര്, ഈ മഹാനെ കുറ്റം പറയുന്നവര്, മക്ബറകളെ എതിർക്കുന്നവര്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നുകൊണ്ട് ഉറൂസിന് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ നിറഞ്ഞു നിൽക്കുമ്പോ, ഈ ഉറൂസ് കാണുമ്പോ, ഇവിടെ ചോറ് കൊടുക്കുന്നത് കാണുമ്പോ, ഇവിടെ സിയാറത്ത് കാണുമ്പോ അതിനെ എതിർക്കാനും കുറ്റം പറയാനുമെല്ലാം നമ്മുടെ നാട്ടിൽ എന്നെ പ്രിയമുള്ളവരെ ഓടി നടക്കുന്ന, ഉടുപ്പില്ലാത്ത, നാണമില്ലാത്ത, ഈമാനില്ലാത്ത എന്റെ പ്രിയപ്പെട്ട പുത്തൻവാദികളോട് പറയുകയാണ്, നിങ്ങളുണ്ടല്ലോ പരലോകത്തിന്റെ പ്രിയമുള്ളവരെ വിജയിക്കൂല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായിട്ട് കടന്നു വന്ന പ്രിയമുള്ളവരോട് പറയുകയാണ്, മോനെ നാവിനെ സൂക്ഷിക്കുന്നവരാരാ, നാവിനെ സൂക്ഷിക്കുന്നവരാരാ, എല്ലില്ലാത്ത അവയവമുണ്ടല്ലോ, ഇതിന് എന്ന് പ്രിയമുള്ളവരെ ആരെങ്കിലും ഒരാൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവനാണ് പ്രിയമുള്ളവരെ പടച്ചവന്റെ പരലോകത്ത് വിജയിക്കുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് പറയുമ്പോ നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങളും ഞാനുമുണ്ടല്ലോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്, യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്, വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണ്. നിങ്ങളോട് എന്നെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഒരാളെയും കുറ്റം പറയാൻ നിൽക്കല്ലേ, ഒരാളെയും വെറുപ്പിക്കാൻ നിൽക്കല്ലേ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ എന്നോട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഉസ്താദേ ശിഹാബ് ചോറ്റൂറുണ്ടല്ലോ ഇന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ പോവുകയാണ്, ശിഹാബിന് വേണ്ടി ദുആ ചെയ്യണേ, ശിഹാബിന് വേണ്ടി ദുആ ചെയ്യണേ. ഈ സദസ്സിലിരിക്കുന്നവരോട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ശിഹാബിന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ബോർഡറിൽ എന്റെ പ്രിയപ്പെട്ടവരെ കുടുങ്ങിക്കിടന്നപ്പോ ശിഹാബിനെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എതിർത്തവരാണ്. എത്രയോ പേര് ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കുറ്റം പറഞ്ഞവരാ. അവൻ കള്ളനാ, അവൻ തമ്മാടിയാ, അവൻ ഹജ്ജ് കൊണ്ട് ജീവിക്കാൻ പോണവനാ, അവൻ യൂട്യൂബ് കൊണ്ട് ജീവിക്കാൻ പോണവനാ എന്നെ പ്രിയമുള്ളവരെ എത്രയോ പേര് പാവപ്പെട്ട ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കുറ്റം പറഞ്ഞപ്പോ ഇന്ന് കണ്ടില്ലേ ചെറുപ്പക്കാരാ, പാവപ്പെട്ട ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ക്ഷമിച്ചപ്പോ, ഒരുപാട് പ്രതിജ്ഞ എടുത്തപ്പോ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചപ്പോ അല്ലാഹു വിസ കൊടുത്തില്ലേ, അല്ലാഹു വിസ കൊടുത്തില്ലേ. പാകിസ്ഥാനിലേക്ക് പുഷ്പം പോലെ ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നില്ലേ. കുറ്റം പറഞ്ഞവരെവിടെ, കുറ്റം പറഞ്ഞവരെവിടെ, ശിഹാബിനെ കുറ്റം പറഞ്ഞവരെവിടെ, ഹജ്ജിനെ കുറ്റം പറഞ്ഞവരെവിടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരാളെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, ഒരാളെയും തമ്മാടി എന്ന് വിളിക്കാൻ നിൽക്കണ്ട, ഒരാളെയും എന്റെ പ്രിയപ്പെട്ടവരെ ഫലാ പറയാൻ നിൽക്കണ്ട, ഒരാളെയും എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവനെ തെറി പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, പടച്ചവന്റെ പരലോകത്തേക്ക് ഒന്നാമതായി കടക്കുന്ന വിജയിക്കുന്ന വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ, ആരെന്നറിയോ, എന്റെ പ്രിയമുള്ളവരെ നാവിനെ സൂക്ഷിക്കുന്നവരാ. കൊന്നവന് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ, വ്യഭിചരിച്ചവന് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ, ഹറാമുകൾ ചെയ്യുന്നവന് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. എന്നാൽ നാവ് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ തെറ്റ് ചെയ്യുന്നവർക്ക് പടച്ചതമ്പുരാൻ പൊറുക്കൂല, പടച്ചതമ്പുരാൻ പൊറുക്കൂല. നാവ് കൊണ്ട് ചില ആളുകൾ ഇങ്ങനെ കുറ്റം പറയാറുണ്ട്. മോനെ, നീ പടച്ചവന്റെ പരലോകത്ത് വിജയിക്കാത്ത ഒന്നാമത്തെ വിഭാഗമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? എല്ലാ പള്ളിയുടെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ടാവും. എല്ലാ പള്ളിയുടെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ടാവും. ഇവിടെ ഉണ്ടോ ഉസ്താദേ? ഈ പള്ളിയുടെ മുമ്പിൽ ചായക്കട ഉണ്ടോ? ഉണ്ട്, ഇവിടെ. ഞാൻ ചായക്കടക്കാരെ കുറ്റം പറഞ്ഞതല്ല. ചില ആളുകളുണ്ട് പള്ളിയിൽ അസറൊക്കെ നിസ്കരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചായക്കട ചെല്ലും, എന്നിട്ട് ചായക്കടക്കാരുടെ അടുത്ത് പറയും ഒരു ചായ തരാൻ പറയും. കടി ഓർഡർ ചെയ്യൂല, സമൂസ, ഉണ്ടംപൊരി, സുഖിയൻ അതൊന്നും ഓർഡർ ചെയ്യൂല. പള്ളിയിൽ ചായ വരും, കാക്ക ചോദിക്കും എന്തപ്പാ കടിയൊന്നും വേണ്ട, കടിയൊന്നും വേണ്ട. എന്തേ കടി വേണ്ടാത്ത? ചായ കുടിക്കും, പള്ളിയിൽ ഉസ്താദിനെ പറ്റി കുറ്റം പറയും. ചായ കുടിക്കും, പള്ളിയിലെ സെക്രട്ടറിനെ, സെക്യൂരിറ്റിനെ, മൂത്താപ്പാനെ ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കുറ്റം പറയും. പള്ളിയിൽ ഇങ്ങനെ കബറിൽ കിടക്കണ ഓരോ പാവങ്ങളെ പറ്റി ഇങ്ങനെ, അവൻ ജീവിച്ചിരിക്കുമ്പോ ആമീന അങ്ങനായിരുന്നു, ഓൻ കഞ്ചാവിന്റെ ബിസിനസ് ആയിരുന്നു,
ഓൻ പേരാല് കണ്ണൂർ ഇങ്ങനെ ആഴ്ച ഗൾഫിൽ വന്ന് പോകുന്നുണ്ട്. അവൻ അവിടെ കുടലിന്റെ പരിപാടിയാ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറയാമോ അതൊക്കെ അസർ തൊട്ട് മഗ്‌രിബ് പോലെ പറയും ചില ചങ്ങാതിമാര്. മോനെ നീ നരകത്തിലേക്ക് കടക്കണ ഒന്നാമത്തെ വിഭാഗമാ. അള്ളാഹു മനസ്സിലാക്കാൻ സൗഭാഗ്യം നൽകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇന്നലെ വരെ ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറ്റം പറഞ്ഞവര് ഇപ്പൊ ഇരുന്ന് കരയുക. എന്തേ? ഷിഹാബിന് വിസ കിട്ടി. ഷിഹാബിന്റെ ഒരു അടുത്ത സുഹൃത്താ. ഷിഹാബ് എല്ലാ ആഴ്ച എന്നെ വിളിക്കും. എല്ലാ ആഴ്ച വിളിക്കുമ്പോൾ ഞാൻ ഷിഹാബിനോട് ചോദിക്കും, എടാ നീ കടക്കൂലേ? ഉസ്താദേ എനിക്ക് ഉറപ്പാ ഞാൻ കടക്കുമെന്ന്. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ഇനി എന്താ കിട്ടാനുള്ളേ? ഉസ്താദ് എനിക്ക് ഒറ്റ പേപ്പർ കിട്ടിയാൽ മതി. അപ്പൊ ഈ നാട്ടുകാരൊക്കെ ഓരോന്നാണല്ലോ പറയണേ. ഒരു പറഞ്ഞോട്ട് ഉസ്താദേ. അവൻ അങ്ങനെ ക്ഷമിച്ചു നിന്നു. അൽഹംദുലില്ലാ. ഓൻ ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ പാകിസ്ഥാനിലേക്ക് കടന്നു. ഓ ക്ഷമിച്ചു. ഓനെ പറ്റി എന്തൊക്കെ പറഞ്ഞു ആളുകൾ, നാവ് കൊണ്ട് എന്തൊക്കെ പറഞ്ഞു. ഞാൻ ശിഹാബിനെ സപ്പോർട്ട് ചെയ്യണമെന്നോ എതിർക്കണമെന്നോ ഒന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ പറഞ്ഞു. ഓന്റെ വാപ്പാക്ക് വിളിച്ചു, ഓന്റെ വല്യാപ്പാക്ക് വിളിച്ചു, ഓന്റെ മൂത്താപ്പാക്ക് വിളിച്ചു, ഓന്റെ കൊച്ചാപ്പാക്ക് വിളിച്ചു, ഓന്റെ പള്ളിയിലെ ഹത്തീബിന് വരെ തെറി പറഞ്ഞവരുണ്ട്. ഇപ്പൊ എല്ലാവരും ഇരുന്ന് കരയുക. എന്തേ? വിസ കിട്ടിയപ്പോ. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഓനെ പറ്റി പറഞ്ഞതൊക്കെ ഇനി ഓൻ പൊരുത്തപ്പെട്ടു തരണ്ടേ? പള്ളിയിൽ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പച്ചയിറച്ചി ഇങ്ങനെ തിന്ന് ഇങ്ങനെ വയറ് വീർപ്പിക്കുക. പള്ളിയിൽ നിസ്കരിക്കുക ഒന്നാമത്തെ സഫിലുണ്ടാകും. എന്നിട്ട് മുത്തലിമീങ്ങൾ ഒരു നിസ്കരിച്ചപ്പോ ഒരങ്ങനെ ചെയ്ത് ഒരു പള്ളി കിടന്ന് ഒച്ചുണ്ടാക്കി എന്നിങ്ങനെ പറഞ്ഞു. മുത്തലിമീങ്ങളെ ഇങ്ങനെ കാർന്ന് തിന്നണ ചില വല്യാപ്പന്മാരുണ്ട്. ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കണ ചില വല്യാപ്പന്മാരുണ്ട്. മോനെ കല്യാണം മുടക്കണവരുണ്ടെങ്കിൽ ചില ആളുകൾ എന്നോട് കരഞ്ഞിട്ടാ പറയുന്നു. എന്നോട് ഒരു ചങ്ങാതി പറയുന്നത്, ഉസ്താദേ എനിക്ക് ഇച്ചിരി തടി കൂടിപ്പോയി ഉസ്താദേ, എനിക്ക് ഇത്തിരി തടി കൂടിപ്പോയി ഉസ്താദേ. എന്റെ കല്യാണം നോക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി, ഇന്ന് വരെ ഉറച്ചില്ല. ഞാൻ ചോദിച്ചു, എന്തപ്പാ ഉസ്താദ്? എനിക്ക് തടി കൂടിയപ്പം ചില വാപ്പമാര് പറയണത് ഞാൻ കഞ്ചാവാണെന്നായി. അല്ലാഹീമ നൽകി ഗ്രഹിക്കട്ടെ. ചില വാപ്പമാർക്ക് ഒരു ഹോബിയാ. ഇപ്പൊ ഞാന് ഒരു മാസം മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ പോയപ്പോ വീടിന്റെ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു ഫ്ലക്സ് വെച്ചിരിക്കുക. എന്താ വെച്ചിരിക്കണം എന്നറിയോ? ഇനി എങ്ങാനും ഞങ്ങളുടെ കല്യാണം ഏതെങ്കിലും വാപ്പമാരെ മുടക്കിയാൽ വാപ്പാണോ വല്യാപ്പാണോ മൂത്താപ്പാണോ നമ്മൾ നോക്കൂല, വീട്ടിൽ കയറി ഇടിക്കുമെന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എഴുതി വെക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ കല്യാണം മുടക്കണം. ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന. ഇപ്പൊ എന്റെ കല്യാണാലോചന വരുമ്പോ എന്റെ കല്യാണം നാട്ടിലൊരു ചങ്ങാതി മുടക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? പള്ളിക്കകത്ത് കയറി ദ്വാരക്കോ, പടച്ചോനെ അവനെ നീ നശിപ്പിച്ച് കളയണേ അല്ലാ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്താൽ ഞാൻ ഹത്തീബാവണമെന്നില്ല, ഞാൻ ആലിമാവണമെന്നില്ല, ഞാൻ സയ്യിദാകണമെന്നില്ല, ഞാൻ വലിയ പണ്ഡിതനാകണമെന്നില്ല. എന്റെ ദ്വാ പടച്ചോൻ സ്വീകരിക്കും. കാരണം എന്തേ? ഞാൻ ആക്രമിക്കപ്പെട്ടവനാ. പള്ളിയിൽ ഉസ്താദിനെ ഇങ്ങനെ പച്ചയിറച്ചി തിന്ന് ഉസ്താദിനെ കരയിച്ചു. ഉസ്താദ് പള്ളിക്കകത്ത് പോയിട്ട് ദ്വാരക്കോ, പടച്ചോനെ ആ ചങ്ങാതി നീ ഹമുക്കിനെ നശിപ്പിച്ച് കളയണേ അല്ലാ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്താൽ പടച്ചോൻ ദ്വാ കബൂലാക്കും. എന്തേ ആക്രമിക്കപ്പെട്ടവനാ പള്ളിയിലെ ഹത്തീബ്. പറയണത് ഒരാളെയും നമ്മൾ നാവ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നും പറയാൻ പാടില്ല, ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു, എടാ കൊല ചെയ്യുന്നവന് പോലും അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി കൊലപാതകം ചെയ്യാനല്ല ഞാൻ പറഞ്ഞേ, കൊല ചെയ്യുന്നവന് പോലും അള്ളാഹു പുറത്തു കൊടുക്കും. 99-100 പേരെ കൊന്നവനെ പോലും അള്ളാഹു പുറത്തു കൊടുത്തു. എടാ വ്യഭിചരിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും. എടാ ഹറാമ് ചെയ്തവനെ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ ആത്മാർത്ഥമായി തൗബ ചെയ്യണം. ഞാൻ പറയുകയാ, പക്ഷേ നാവ് കൊണ്ട് ഒരുത്തനെ കുറ്റം പറഞ്ഞവൻ, നാവ് കൊണ്ട് ഒരുത്തനെ എന്റെ പ്രിയപ്പെട്ടവർ ഏശ്വരി പറഞ്ഞവൻ, അപ്പുറത്തെ വീട്ടിലെ സലീമിച്ചാട മോന് 2 നില വീട് വെച്ച് അപ്പ ആമിനാത്ത അദീജ കണ്ടില്ലേ ഓന് കുഴലിന്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഓനെ ഇങ്ങനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ അള്ളാഹു നിനക്ക് പുറത്തു വരൂല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു വേദനിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഈ ഖബർസ്ഥാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ തങ്ങൾ കടന്നു വരികയാ. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നബി തങ്ങൾ ചോദിക്കുകയാണ്, ഉമറേ എന്തിനാണ് കരയുന്നത്? ഉമറേ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഉമറേ നൊമ്പരപ്പെടുന്നത് എന്തിനാണ്? ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, മദീനയിലെ മസ്ജിദ് നബവിയുടെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ഒരാള് കരയുന്നുണ്ട് നബിയേ, ഒരാള് ദുആ ചെയ്യുന്നുണ്ട് നബിയേ. ആ ചെറുപ്പക്കാരൻ കരയുന്നത് കണ്ടിട്ടാ, ദുആ ചെയ്യുന്നത് കണ്ടിട്ടാ ഞാനൊന്ന് കരഞ്ഞുപോയതെന്ന് ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുമ്പോ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, ദുആ ചെയ്യുമ്പോ കരഞ്ഞിട്ടുണ്ടോ?
റസൂലുള്ള ഉമർ തങ്ങളോട് പറയുകയാണ്, നീ പോയിട്ട് ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരിക. ഉമർ തങ്ങൾ കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, റസൂലുള്ള വിളിക്കുന്നുണ്ടേ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങള് വിളിക്കുന്നുണ്ടേ. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടു പടച്ചവരെ റസൂലുള്ളയുടെ മുമ്പിലേക്ക് കടന്നു വരികയോ. റസൂലുള്ളയുടെ മുമ്പിലേക്ക് എന്റെ പ്രിയമുള്ളവരെ ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ റസൂലുള്ളയോ ചോദിക്കുകയോ, എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്, എന്തിനാ നൊമ്പരപ്പെടുന്നത്? ഉടൻ തന്നെ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി നബിയേ, എനിക്ക് പടച്ച തമ്പുരാനെ പുറത്തു തരുമോ? ഉടൻ തന്നെ നബി തങ്ങൾ പറയുകയാണ്, നീ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ, ഇൻഷാ അല്ലാഹ് അർഹമുറഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ് പുറത്തു തരുന്നതാ, പുറത്തു തരുന്നതാ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവനാ നബിയെ, ഞാൻ ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നവനാ നബിയെ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? നബി തങ്ങൾ പറഞ്ഞു, എടാ നീ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്, ഇൻഷാ അല്ലാഹ് അല്ലാഹു നിനക്ക് പുറത്തു തരും. വീണ്ടും ഇങ്ങനെ കരയുക. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാടാ കരയണേ, എടാ എന്തിനാ നൊമ്പരപ്പെടണേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി നബിയെ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി നബിയെ. അതിരവാകുന്ന പ്രവാചകൻ ചോദിച്ചു, എന്ത് തെറ്റാ നീ ചെയ്തേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് കഫം പുടവ വിൽക്കണ ജോലിയാ, എനിക്ക് കഫം പുടവ വിൽക്കണ ജോലിയാ. നമ്മുടെ നാട്ടിലുണ്ടാകും മയ്യത്തിന്റെ കഫം പുടവ വിൽക്കണവര്, പഞ്ഞി വിൽക്കണവര്, അത്ര വിൽക്കണവരൊക്കെ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ. അല്ലാഹു അവരുടെ കച്ചവടത്തിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ പറയാൻ മടിയ, എന്റെ കഫം പുടവക്കാർക്ക് ബറക്കത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാല് അല്ലെ. ഒരു സ്ഥലത്ത് പോയ, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഉസ്താദ് പറയണത് കേട്ടയാ, ഒരു സ്ഥലത്ത് ഒരു ഉസ്താദ് വഅ്ള് പറയാൻ പോയി, ഒരു സ്ഥലത്ത് ഒരു ഉസ്താദ് വഅ്ള് പറയാൻ പോയി. അപ്പൊ അപ്പുറത്തിരിക്കണ താത്ത കമ്മറ്റിക്കാടിൽ ഒരു കത്ത് കൊടുത്ത് വിട്ട്, അപ്പുറത്തിരിക്കണ താത്ത ഒരു കത്ത് കൊടുത്ത് വിട്ട്, ഉസ്താദ് ദ്വാരക്കുക, പടച്ചോനെ ആ താത്തയുടെ ഭർത്താവിന്റെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കല്ല, സന്തോഷം കൊടുക്കല്ല, റാഹത്ത് കൊടുക്കല്ല, ബറക്കത്ത് നീ ഏറ്റി കൊടുക്കല്ല. ഉസ്താദ് മാത്രം ദുആ ചെയ്യണം, ഒറ്റ ചങ്ങാതി ആമീൻ പറയണില്ല. പള്ളിയിലെ ഖത്തീബ് പോലും ആമീൻ പറയണില്ല. ഉസ്താദ് ചോദിച്ചു, എന്തപ്പാ നിങ്ങൾ ആമീൻ പറയാത്തെ? ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്ത് ആർക്കെന്നറിയോ? ഉസ്താദ് നിങ്ങൾ ദുആ ചെയ്ത് ആർക്കെന്നറിയോ? പള്ളിയിലെ ഖബർ വെട്ടിക്ക് വേണ്ടിയാ. ആ ചങ്ങാതിയുടെ കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ ഞങ്ങൾ മരിക്കൂല ഉസ്താദ് എന്നാ ചങ്ങാതിമാര് പറയണേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ സിറാജ് എന്ന് പറയുന്ന ഒരാളെ ഖബർ വെട്ടണം. നമ്മുടെ നാട്ടില് സിറാജ് എന്ന് പറയുന്ന ഒരാളെ ഖബർ വെട്ടണേ. ചെറുപ്പക്കാരനെ 10-30 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ പഠിക്കുമ്പോ, ഞാനിങ്ങനെ ആലപ്പുഴ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ പള്ളിയിൽ ഈ സിറാജിക്കാണ് ഖബർ വെട്ടണേ. അപ്പൊ ഒരു ദിവസം എന്നെ പഠിപ്പിക്കണ ഉസ്താദ് പറഞ്ഞു, ആഷിക്കേ, എടാ ഖബറിന്റെ അകത്തുനിന്ന് പുക വരുന്നെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? എടാ ഖബറിന്റെ അകത്തുനിന്ന് പുക വരണമെന്ന് പറഞ്ഞു. പടച്ചോനെ, ഞാനോർത്ത് ഇപ്പൊ ഖബറിന്റെ അകത്തുനിന്ന് ഇപ്പൊ എന്താ പുക വരാൻ കാരണം? ഇനി ഊട്ടിയൊന്നും അല്ലല്ലോ ഇപ്പൊ പുക വരാൻ ഖബറിന്റെ അകത്തുനിന്ന്. അങ്ങനെ ഞാൻ സുബ്ഹാനല്ലാഹ്, ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ ഈ ചങ്ങാതി ഇങ്ങനെ സിഗരറ്റും വലിച്ച് ഖബർ വെട്ടുക. സിഗരറ്റ് ഇങ്ങനെ വലിക്കണ്, ഖബർ വെട്ടണ്, സിഗരറ്റ് വലിക്കണ്, ഖബർ വെട്ടണ്. അപ്പൊ ഖബർ വെട്ടിക്ക് ഇപ്പൊ എന്ത് ഖബറപ്പ? ഖബർ വെട്ടിക്ക് എന്ത് ഖബർ? അല്ലാഹു നല്ല മരണം നൽകിയിരിക്കട്ടെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരിക്കലും ഈ സിറാജ് എന്ന് പറഞ്ഞ സഹോദരൻ എന്നോട് പറയാ, ഭയങ്കര മഴയാ ആലപ്പുഴയിൽ, ഭയങ്കര മഴയാ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളത്തിന്റെ ഒരു കൂടാരമാണ്, എല്ലാം എവിടെ വെട്ടിയാലും വെള്ളമാണ്. അപ്പൊ ഈ കടപ്പുറത്തിന്റെ സൈഡിൽ ഒരു പള്ളിയുണ്ട്. അപ്പൊ ഈ മഴ പെയ്തപ്പോ ഈ ഖബർസ്ഥാനിലൊക്കെ എന്ത് ചെയ്തു? വെള്ളം കയറി. പക്ഷേ ടൗണിലുള്ള പള്ളിയിൽ വെള്ളം കയറിയില്ല. ഈ ടൗൺ പള്ളിയിലൊക്കെ ഖബർ വെട്ടിയാണ് ഈ സിറാജ് എന്ന് പറയുന്ന ചങ്ങാതി. അപ്പോൾ എന്നോട് പറയും, ഉസ്താദേ, 48 ഖബർ ഞാൻ വെട്ടി, മിക്കവാറും ഇൻഷാ അല്ലാഹ് ഇക്കൊല്ലം ഹാഫ് സെഞ്ചുറിയും കഴിയും, സെഞ്ചുറി അടിക്കും. കാരണം എന്താ, അവിടെ വെട്ടാനുള്ള ഖബറൊക്കെ ഇന്നിപ്പോ ഇവിടെ വെട്ടണേ, ഞാൻ നല്ല രീതിയിൽ ഖബർ വെട്ടി പൈസ ഉണ്ടാക്കണം എന്ന് ചങ്ങാതി പറയും. ഇവിടെ നമ്മൾ മരിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഖബർ വെട്ടി മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മരിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഖബർ വെട്ടി മാത്രമാണ്. പിന്നെ നമ്മുടെ ശത്രുക്കൾ ഉണ്ടാവും. അല്ലാഹു നമുക്ക് നല്ല സുഹൃത്തുക്കൾ അല്ലാഹു നൽകി ഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, എനിക്ക് കഫം പുടവ വിൽക്കണ ജോലിയാ. നബി തങ്ങൾ പറഞ്ഞു, അതിനിപ്പോ എന്താ നീ കരയാനുള്ള കാരണം? അതിന് നീ കരയാനുള്ള കാരണം എന്താ? ആദരവാകുന്ന പ്രവാചകനോട് എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഞാൻ കഫം പുടവ വിൽക്കുന്നത് എന്നറിയോ? നമ്മുടെ നാട്ടില് ആരെങ്കിലും ഒരാള് മരണപ്പെടുമ്പോ അവരെ ഖബറടക്കാൻ പടച്ചവന്റെ പള്ളിക്കാട്ടിലേക്ക് ഞാനും പോകുന്നതോ
എല്ലാവരും അതാ 3 പിടി മണ്ണുണ്ടല്ലോ ഖബറിലേക്ക് വാരിയിടുമ്പോ ഞാനും അതാ അതിലെന്റെ പ്രിയപ്പെട്ട നബിതങ്ങള് പങ്കെടുക്കുന്നതോ. എല്ലാവരും അതാ ഖബറടക്കുന്ന സമയത്തോ ആ ഖബറിലുണ്ടല്ലോ ഞാനതോ ഒരടയാളം വെക്കുന്നതോ. എല്ലാവരും അതോ പിരിഞ്ഞു പോവുകയാ. എല്ലാവരും അതാ വീട്ടിലേക്ക് പോയിക്കൊണ്ട് കിടന്നുറങ്ങുമ്പോ പടച്ചവനെ പാതിരാത്രി സമയത്താ പള്ളിക്കാട്ടിലേക്ക് ഞാനതാ കടന്നു വരികയാണ്. പടച്ചവന്റെ പള്ളിക്കാട്ടിലേക്ക് പാതിരാത്രി ഞാൻ കടന്നു വന്നിട്ടു അടയാളമുണ്ടല്ലോ എടുത്തു മാറ്റുകയാ. എന്നിട്ടാ ഖബറുണ്ടല്ലോ കുഴിക്കുകയാ. എന്നിട്ടാ മൂടുപലക മാറ്റുകയാണ്. എന്നിട്ടാ മയ്യത്തിന്റെ കഫം പുടവയുണ്ടല്ലോ ഞാനതോ മോഷ്ടിക്കുകയോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളതാ കരയുകയാണ്. എന്ത് സ്വഭാവമാടാ, എന്ത് സ്വഭാവമാടാ. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കരയുകയാണ്. നബിതങ്ങളോടാ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലോ എനിക്ക് പടച്ച തമ്പുരാനെ പുറത്തു തരുമോ? ഉടൻ തന്നെ നബിതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുന്നതാണ്, നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, നീ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദർബാറിലേക്ക് കൈ ഉയർത്തിയിട്ടോ തൗബ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അർഹമുറഹീമായ അല്ലാഹ്, നീതിമാനായ അല്ലാഹ്, ഗഫാറായ അല്ലാഹ് പുറത്തു തരുന്നതോ. ഉടൻ തന്നെ ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് വേറെ ഒരു തെറ്റ് ചെയ്തു നബിയേ, വേറെ ഒരു തിന്മ ചെയ്തു നബിയേ, വേറെ ഒരു ഹറാമ് ചെയ്തു നബിയേ. നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാണ്, പിന്നെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരനതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് നമ്മുടെ നാട്ടില് സുന്ദരിയായ ഒരു പെൺകുട്ടി വിട പറഞ്ഞു പോയല്ലോ. ആ പെൺകുട്ടിയെ പടച്ചവന്റെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഞാനും ആ ജനാസയായിട്ട് പോയി നബിയെ. എന്നിട്ട് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ടതോ 3 പിടി മണ്ണുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ടതാ ഖബർ മൂടുമ്പോ ഞാനതിലേക്കൊരു അടയാളം വെക്കുകയാണ്. എന്നിട്ടതാ പാതിരാത്രി സമയത്തു ആരുമില്ലാത്ത പള്ളിക്കാട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടാ ഖബറതാ പൊളിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കഫം പുടവയില് പൊതിഞ്ഞതാ ഖബറിന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഞാനാ കഫം പുടവയുണ്ടല്ലോ മോഷ്ടിക്കുകയാണ്. എന്നിട്ടാ ഖബർ മൂടുകയാണ്. പടച്ചവനെ അല്ലാഹ് ആ ഖബറിൽ നിന്ന് ഞാനതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടു ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ മനസ്സിലേക്ക് ഒരാഗ്രഹമുണ്ടല്ലോ കടന്നു വരികയാ. പടച്ചവനെ ആ ഖബറിൽ കിടക്കുന്ന പെണ്ണ് നഗ്നയാണല്ലോ. ആ പെണ്ണിന്റെ മാറ്, ആ പെണ്ണിന്റെ മാറ്, ആ പെണ്ണിന്റെ വയറു, ആ പെണ്ണിന്റെ മുഖമുണ്ടല്ലോ ഞാൻ കണ്ടുറപ്പേ. എന്തോ ഒരു അഴകാണ് അല്ലോ. എനിക്കാ പെൺകുട്ടിയായിട്ട് വ്യഭിചരിക്കാൻ കൊതി തോന്നി നബിയേ. എനിക്കാ പെൺകുട്ടിയായിട്ട് വ്യഭിചരിക്കാൻ കൊതി തോന്നി നബിയേ. ഞാനാ പള്ളിക്കാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് പടച്ചവരെ ആ ഖബറുണ്ടല്ലോ പൊളിക്കുകയാ. എന്നിട്ടാ നഗ്നയായ ജനാസയായിട്ട് ഞാനുണ്ടല്ലോ വ്യഭിചരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കരയുവാണ്. ഉമർ തങ്ങൾ കരയുകയാണ്. നബി തങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ നബിയേ എനിക്ക് പടച്ച തമ്പുരാനെ പുറത്തു തരുമോ? ഉടൻ തന്നെ റസൂലുള്ള പറയുകയാ, തീർച്ചയായിട്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ, നിനക്ക് അല്ലാഹു പുറത്തു നൽകുന്നതാ, അല്ലാഹു പുറത്തു നൽകുന്നതാ. ഉടൻ തന്നെ ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഒരു ജനാസയെ വ്യഭിചരിച്ചവന് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമോ? പുറത്തു കൊടുക്കുമോ? ഉടൻ തന്നെ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പറയുകയാ, കൊല്ലുന്നവന്, കൊലപാതകം ചെയ്യുന്നവന്, ഹറാമുകൾ ചെയ്യുന്നവന്, വ്യഭിചരിച്ചവന് അല്ലാഹു പുറത്തു കൊടുക്കുന്നതോ. എന്നാൽ നാവ് കൊണ്ട് ഏഷണി പറയുന്നവര്, ഫനാ പറയുന്നവര്, ഫസാദ് പറയുന്നവര്, കുറ്റം പറയുന്നവര്, ആരെങ്കിലും കല്യാണം മുടക്കുന്നവര്, നിങ്ങളോട് റസൂലുള്ള പറയുകയാ, അല്ലാഹു പൊറുക്കാത്ത വിഭാഗം
ഭാഗമുണ്ടല്ലോ, അത് നാവിനെ സൂക്ഷിക്കാത്തവരാ. ഖബറിൽ കിടന്ന പെണ്ണിനെ വ്യഭിചരിച്ചവന് പോലും അള്ളാഹു പടച്ചു തമ്പുരാൻ പുറത്തു കൊടുത്തു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് ഫനായും ഫസാദും പറയണ ചങ്ങാതിമാരെ അള്ളാഹു പുറത്തു കൊടുക്കൂല. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ചില ചങ്ങാതിമാരുണ്ട്, പള്ളിയിൽ നേരത്തെ വരും, പള്ളിയിൽ നേരത്തെ കടന്നു വരും. എന്നിട്ട് ചില ചങ്ങാതിമാരെ നാട്ടിലെ ഫനായും ഫസാദും പറയണത് ഈ പള്ളിക്കകത്തിരുന്നിട്ടാ. അവിടെ ഈ പള്ളി എന്ന് പറയണത് ഇതിനെ കൊണ്ടാക്കി വെച്ചിരിക്കണത് ഫനായും ഫസാദും പറയാനല്ല, ദിക്ർ ചെല്ലാനാ. അള്ളാഹു നല്ല രീതിയിൽ അമല് ചെയ്യാൻ അള്ളാഹു സൗഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് ഒന്നാമതായി ഗതികെട്ടവരെ പോലെ നിൽക്കേണ്ട അവസ്ഥ അള്ളാഹുവിന്റെ റസൂല് പറയണു, നാവിനെ സൂക്ഷിക്കാത്തവരാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. 2 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൊണ്ട് പറയാ, നിങ്ങൾ ആരും ഒരാളെയും പറ്റി എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. അല്ലെ, ഇപ്പൊ ഈ പേരാലെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മഹല്ല അല്ല, വലിയ ജമാഅത്തല്ലേ? എത്ര വീടാണല്ലേ? എണ്ണാൻ പറ്റിയില്ല, എത്ര? 250ഓളം വീടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു ഇസ്സത്ത് അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, നല്ല പൈസ പൊടിച്ചിട്ടുണ്ട് അല്ലേ? നല്ല പൈസ ചിലവാക്കിയിട്ടുണ്ട് ഈ ഉറൂസിന് വേണ്ടി. അപ്പൊ ഈ ഉറൂസ് ഇങ്ങനെ പൈസ കൊടുക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ ഭയങ്കര ക്രിമികടിയ. എന്താ ക്രിമികടി? എന്താ ഇങ്ങനെ പേരാല് കണ്ണൂർ ഇങ്ങനെ വന്നിട്ട് കണ്ടില്ലേ സുന്നികൾ കാട്ടണത്? കണ്ടില്ലേ സുന്നികള് ലൈറ്റ് ഇട്ട് ചോറും കൊടുത്തു ഹനീഫാക്കാനെ മൈക്കും വെച്ച് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് ഭയങ്കര കോലാഹല എന്നൊക്കെ പറയും. ചെങ്ങാതിമാരെ, ഈ നാവ് കൊണ്ട് ഈ മഹാനെ നീ എതിർക്കുമ്പോ, ഈ നാവ് കൊണ്ട് ഈ മഹാനെ കുറ്റം പറയുമ്പോ, നാളെ പടച്ചവന്റെ പരലോകത്ത് ഈ മൗലിദ് ഓതിയവരും ഈ മഹാന്റെ ചാരത്ത് വന്ന് ഫാത്തിഹ ഓതിയവരും സിയാറത്ത് ചെയ്തവരും ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടും. നിങ്ങളോ ഈ കുറ്റം പറയണ ചങ്ങാതിമാരോ റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്നിട്ട് ഹൗദുൽ കൗസർ ചോദിക്കുമ്പോ പോടാ ചങ്ങാതി എന്ന് പറഞ്ഞ് ആട്ടിവിടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആരെയും പറ്റി എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ആരെയും പറ്റി എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ഞാൻ പറയണത് 5 കൊല്ലത്തിൽ ഒരിക്കലാകുമ്പോ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, അലങ്കരിക്കണമെന്ന് ഞാൻ പറയണേ. 5 കൊല്ലം ഒരിക്കലാണ്. അപ്പൊ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഉറൂസ് നടത്തണം. ചിലപ്പോൾ ഈ ലൈറ്റും ബൾബൊക്കെ ഇടുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചൊറിയും, കണ്ടില്ലപ്പാ എത്ര രൂപ കറണ്ട് ചാർജ് കൊടുത്തിട്ട് എത്ര അല്ലെ. ചില ആളുകളുണ്ട് ഭയങ്കര നന്മ മരങ്ങൾ, എവിടെയെങ്കിലും 2 ലൈറ്റ് ഇടുമ്പോൾ ആ പൈസ പാവങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ആ ചങ്ങാതിക്ക് കൊടുത്തൂടെ? ഏതെങ്കിലും ഒരു ചങ്ങാതി നമ്മുടെ നാട്ടിലൊരു ബെൻസ് കാർ വാങ്ങിക്കുമ്പോൾ ചില ചങ്ങാതിമാരുണ്ട്, ഓനിപ്പോ എന്താ, ഓന് 2 പാവങ്ങൾക്ക് 2 നെയ്ച്ചോറ് ഇറച്ചിയും വേണം, ഓന് മേടിച്ചു കൊടുത്തൂടെ? ഓന്റെ പൈസ കൊണ്ട് BMW ബെൻസ് മേടിക്കണം, നിനക്കെന്തപ്പാ? അള്ളാഹു നല്ല നാവ് അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ നന്നാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്രിമികടിയാ, പടച്ചോനെ ഓൻ കണ്ടില്ലപ്പാ, ഓ മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ചങ്ങാതിമാർ ഇങ്ങനെ കുറ്റം പറയാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു ഒരു മനുഷ്യന് നൽകിയ 2 അനുഗ്രഹങ്ങൾ ഏതാ? അള്ളാഹു ഒരു മനുഷ്യന് നൽകിയ 2 അനുഗ്രഹങ്ങൾ ഏതാ? പഠിച്ചോ. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. അനുഗ്രഹങ്ങൾ കൂടുമ്പോഴും പ്രശ്നമാണ്, പൈസ കൂടുമ്പോഴും പ്രശ്നമാണ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, പടച്ചവനെ അള്ളാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടല്ലോ നൽകിയ അനുഗ്രഹം എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാണ്, നിഅമതാനി മഅബൂനു ഫീഹിമാ കസീറും മിനന്നാസ്. ജനങ്ങളിൽ എന്റെ പ്രിയമുള്ളവരെ പടച്ച തമ്പുരാൻ നൽകിയ 2 അനുഗ്രഹങ്ങൾ ഏതാ? അസ്സിഹതു വഫറാ. ആരോഗ്യമാണ് ചെറുപ്പക്കാരാ, ഒഴിവ് സമയമാണ് ചെറുപ്പക്കാരാ. അള്ളാഹു ആരോഗ്യം നൽകിയവര്, അള്ളാഹു ആഫിയത്ത് നൽകിയവര്, അള്ളാഹു ദീർഘായുസ് നൽകിയവര്, അള്ളാഹു നടക്കാൻ കഴിവ് തന്നവര്, അള്ളാഹു കാല് തന്നവര്, അള്ളാഹു കൈ തന്നവര്, അള്ളാഹു കണ്ണ് തന്നവര്, അൽഹംദുലില്ലാഹ്. അത് നിനക്ക് പടച്ച തമ്പുരാന് തന്നു. ഒന്നാമത്തെ അനുഗ്രഹമാ. രണ്ടാമത്തെ അനുഗ്രഹമേതോ? ഒഴിവ് സമയമാ. ഒന്ന്
നിനക്ക് അള്ളാഹു തന്ന ആഫിയത്തും ദീർഘായുസ്സും നിന്റെ കാലും കൈയും ഒക്കെ എന്ന് പറയണത് അള്ളാഹു നിനക്ക് തന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ്. 2, എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് അള്ളാഹു തന്നിരിക്കണ രണ്ടാമത്തെ അനുഗ്രഹം ഒഴിവു സമയമാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മംഗലാപുരം ഭാഗത്ത് എനിക്കൊരു സുഹൃത്തുണ്ട്. ഓൻ എപ്പോഴും പറയും, ഉസ്താദേ സമയം ബാക്കിയ, ഉസ്താദേ സമയം ബാക്കിയ. നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? പണിയൊക്കെ ഉണ്ട് ഉസ്താദ്, എന്നിട്ട് സമയം ബാക്കിയ. അവിടെ പൈസ കിട്ടുന്നുണ്ടോ നിനക്ക്? ഉസ്താദ് അൽഹംദുലില്ലാ ഒരു ദിവസം തന്നെ 1000ങ്ങളുടെ വരുമാനമുണ്ട്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, ഭയങ്കര പൈസയാണ്, ഒരു പണിക്കും പോണ്ട, വീട്ടിൽ ഇങ്ങനെ കാലും പൊക്കി ഇങ്ങനെ ഹാജിയാരാന്ന് പറഞ്ഞിരുന്നാൽ മതി. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പൈസ കിട്ടുമെന്ന് പറയണത്, സമ്പത്തുണ്ടാകുമെന്ന് പറയണത് അത് വലിയ തൗഫീഖ. ഒരാൾക്ക് അള്ളാഹു കൈയും കാലും ശരീരവും ആഫിയത്തും ദീർഘായുസും ആരോഗ്യം തരിക എന്ന് പറയണത് എന്റെ പ്രിയപ്പെട്ടവരെ അതൊരു വലിയ ബറക്കത്ത അല്ലേ? പക്ഷേ അനുഗ്രഹം കൂടുമ്പോഴും പ്രശ്നമാണ്. ഈ വെറുതെ ഇരിക്കുമ്പോൾ ചില ചങ്ങാതിമാർക്ക് ചില ആളുകളെ പറ്റി കുറ്റം പറയാൻ തോന്നണേ അല്ലേ? ഇങ്ങനെ കഴിച്ച ടെല്ലിന്റെ ഇടയിൽ ഇങ്ങനെ കുത്തുമ്പോഴാ തോന്നണേ, എന്നാ ഇന്നിപ്പോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒന്നും ഇട്ടില്ല, എന്നാ ഇന്ന് ഷിഹാബ് ചോറ്റൂരിനെതിരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ന് ആഷിഖ് താരമിക്കെതിരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ന് പ്രസംഗിക്കാൻ ഉസ്താദിനെതിരായിക്കോട്ടെ, ഇന്നിപ്പോൾ ആരെയും കിട്ടിയില്ല, എന്നാൽ പിന്നെ പള്ളിയിലെ സെക്രട്ടറിക്കെതിരായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊറ ഉണ്ടാക്കാൻ വേണ്ടി ചില ചങ്ങാതിമാർ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ ഫിത്തിനെയും ഫസാദ് ഉണ്ടാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നാവിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം. ഞാൻ പറയട്ടെ, ഈ ഫനായും ഫസാദും ഒന്നും പറയാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, അള്ളാഹു ഇരുലോകത്തും 4 കൂട്ടം ആളുകൾക്ക് പ്രതിഫലം തരുമെന്ന. അള്ളാഹു ഇരുലോകത്തും എന്റെ പ്രിയപ്പെട്ടവരെ 4 കൂട്ടം ആളുകൾക്ക് പ്രതിഫലം തരുമെന്ന. അതാരെന്നറിയോ? അതിൽ 4ാമത്തെ വിഭാഗം ആരാണെന്ന് പഠിച്ചോ. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഇരുലോകത്തും അള്ളാഹു വിജയം നൽകും. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയം നൽകും. അതാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഇരുലോകത്തും അല്ലാഹു പടച്ച തമ്പുരാൻ പ്രതിഫലം തരുന്ന വിഭാഗമേതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ആർക്കെങ്കിലും ഒരാൾക്ക് നന്ദിയുള്ള ഹൃദയമുണ്ടോ, ഈമാനുള്ള ഹൃദയമുണ്ടോ, ഈമാനുള്ള കൽബുണ്ടോ ഇരു ലോകത്തും പടച്ച തമ്പുരാനന്റെ പ്രിയമുള്ളവര് അതിനുള്ള അർഹമാകുന്ന പ്രതിഫലമുണ്ടല്ലോ തരുന്നതാ. രണ്ടാമത്തേതാ ഇരു ലോകത്തും പടച്ച തമ്പുരാനെ പ്രതിഫലം തരുന്ന രണ്ടാമത്തെ വിഭാഗമേതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, ക്ഷമിക്കുന്ന ശരീരമുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ? എന്നാൽ അവർക്കാണ് മോനെ ഇരു ലോകത്തും എന്റെ പ്രിയമുള്ളവരെ പടച്ച തമ്പുരാൻ പ്രതിഫലം തരുന്നത് മോനെ, പ്രതിഫലം തരുന്നത് മോനെ. മൂന്നാമത്തെ വിഭാഗമാരെന്നറിയോ? ഭർത്താവിനെ വഞ്ചിക്കാത്ത ഭാര്യയുണ്ടല്ലോ, ഭാര്യയെ വഞ്ചിക്കാത്ത ഭർത്താവുണ്ടല്ലോ, അവരാണ് പ്രിയമുള്ളവര് മൂന്നാമതായി ഇരു ലോകത്തും പടച്ച തമ്പുരാന് പ്രതിഫലം നൽകുന്നത് എന്നെന്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പറയുമ്പോ ഇന്ന് എത്രയോ പേരാണ് പ്രവാസികളാകുന്ന ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന പെണ്ണേ, നീ നരകത്തിന്റെ നാഴിയാണ് പെണ്ണേ. ചില ഭർത്താക്കന്മാര് ഭാര്യമാരോട് സ്നേഹമില്ല, ഭാര്യമാരോട് ഇഷ്ടമില്ല, അവരോടെന്റെ പ്രിയമുള്ളവരെ സ്നേഹം കാണിക്കുന്നില്ല. ഏതെങ്കിലും എല്ലാം പെണ്ണുങ്ങളെ കറക്കിയെടുത്തിട്ട് അവരുമായി സംസാരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിനക്ക് ഇരു ലോകത്തുമുണ്ടല്ലോ പടച്ചു തമ്പുരാൻ പ്രതിഫലം തരൂല. നാലാമത്തെ വിഭാഗമേതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദിക്ർ ചൊല്ലുന്ന നാവേതാണ് പ്രിയപ്പെട്ടവര്? ദിക്ർ ചൊല്ലുന്ന നാവുള്ള മനുഷ്യനേതാ? ഉമ്മയേതാ? ഉസ്താദുമാരേതാ? മുതഅല്ലിമീങ്ങളേതാ? അവരാണ് ചെറുപ്പക്കാരോ, അവരാണ് ചെറുപ്പക്കാരോ. പടച്ചവന്റെ പരലോകത്തു പടച്ചവന്റെ ദുനിയാവില് വിജയിച്ച ഒന്നാമത്തെ വിഭാഗമെന്ന് പറയുമ്പോ എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ പടച്ചവന്റെ പരലോകത്ത് പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് നിൽക്കുകയോ?
പടച്ചവനെ ഹറാമുകൾ ചെയ്തു പോയി അല്ലോ, കള്ള് കുടിച്ചു പോയി അല്ലാ, തിന്മകൾ ചെയ്തു പോയി അല്ലാ, ലോട്ടറി എടുത്തു പോയി അല്ലാ, ഔറത്ത് മറക്കാതെ നടന്നുപോയി അല്ലാ, ഉസ്താദുമാരുടെ പച്ചയിറച്ചി തിന്നുപോയി അല്ലാ, പുറത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് നിൽക്കുന്നു. ഒരുപാട് പേര് പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. കള്ളു കുടിച്ചവര് കടന്നു വരികയാണ്, കൂൾ ഉപയോഗിച്ചവരെ കടന്നു വരികയാണ്, ലഹരി ഉപയോഗിച്ചവര് കടന്നു വരികയാണ്. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, മുഖമതോ പ്രകാശിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. അല്ലാ, അവരെ കടന്നു വന്നിട്ട് രത്നങ്ങളുടെ സിംഹാസനത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇരിക്കുകയാ. നാമതാ വിറങ്ങലിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതാരാണ് അല്ലോ? ഈ മുഖം പ്രകാശിച്ചിരിക്കുന്നവര് ആരാണ് റഹ്മാന്? അല്ലാഹുവേ, ഈ രത്നത്തിന്റെ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തികളാരോ? ഉടൻ തന്നെ മലക്കുകളതാ പറയുകയാണ്, ആരാണ് പടച്ചവന് വേണ്ടി ദിക്റുകൾ ചൊല്ലുന്നത്, തസ്ബീഹുകൾ ചൊല്ലുന്നത്, സലാത്തുകൾ ചൊല്ലുന്നത്, പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്? അവരാണ് മോനെ പടച്ചവന്റെ പരലോകത്ത് പ്രകാശിക്കുന്ന മുഖമായിട്ട് കടന്നു വരുന്നത്, സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, പടച്ചവന്റെ പരലോകത്ത് വിജയിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളോ പറയുകയോ, നാവുണ്ടല്ലോ സൂക്ഷിക്കുന്നവരോ? അല്ലാഹുവേ, നിറഞ്ഞിരിക്കുന്ന പാവങ്ങൾ പടച്ചവനെ അവർക്കതിനുള്ള സൗഭാഗ്യങ്ങൾ കൊടുക്കണേ അല്ലാ, കൊടുക്കണേ റഹ്മാനേ. നാളെ ദിക്ർ ചൊല്ലുന്ന ചങ്ങാതിമാര് പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുന്നത് മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരും. രത്നങ്ങളുടെ സിംഹാസനത്തിൽ അവരിയ്ക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദിക്ർ കൊണ്ട് പള്ളിയിൽ ഉസ്താദിനെ തിന്നാൽ രത്നത്തിന്റെ സിംഹാസനം കിട്ടൂല, നരകത്തിന്റെ സിംഹാസനമായിരിക്കും കിട്ടണേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ ഈ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? ദിക്ർ ചൊല്ലണം. ഈ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? ദിക്റുകൾ ചൊല്ലണം, സലാത്തുകൾ ചൊല്ലണം. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം ഒരു തവണയെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലിയവരുണ്ടെങ്കിൽ എന്ന് കൈവക്കി. വെറുതെ കള്ളം പറയണ്ട, പിന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടി വരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മോനെ, ഒരു കാര്യം മനസ്സിലാക്കണം, റസൂലുള്ള ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല. റസൂലുള്ള എന്നിട്ടും 70 തവണയെങ്കിലും ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടെന്ന് ഹദീസുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യണവരാ? നിസ്കരിക്കൂല, നോമ്പ് പിടിക്കൂല, സദഖ കൊടുക്കൂല, ഹറാമിന്റെ കൂമ്പാരം ഇങ്ങനെ ചെയ്തു പോണ ചില ചങ്ങാതിമാര്. നമ്മളൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കണം, നമ്മളെ ഈ കബറിൽ കൊണ്ടുവച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ തണുപ്പ് കിട്ടുമെന്നാ. കിട്ടൂല മോനെ, നരകത്തിന്റെ തീയുടെ തീജ്വാലയായിരിക്കും നമ്മുടെ കബറിന്റെ ഉള്ളിൽ. അല്ലാഹു പുറത്തു നൽകട്ടെ. അല്ലാഹു പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു നൽകട്ടെ. അപ്പോ ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ പരലോകത്തിൽ വിജയിക്കണ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയണത് ആദരവാകുന്ന പ്രവാചകൻ പറയുന്നു, മോനെ നാവിനെ സൂക്ഷിച്ചവരാ. അല്ലാഹു സൂക്ഷിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഇനിയിപ്പോ റമളാൻ കടന്നു വരിക അല്ലേ? ഇനിയിപ്പോ റമളാൻ കടന്നു വരികയാ. ഇന്നലെ വരെ കാണാത്ത ചങ്ങാതിമാരൊക്കെ റമളാനിൽ പള്ളിയിലുണ്ടാവും. പള്ളിയിൽ വന്നിട്ട് ഈത്തപ്പരത്തിന് കുരു ഇല്ലെങ്കിൽ സെക്രട്ടറിയുടെ വലിയാപ്പാക്കും, നിസ്കാരത്തിന് സ്പീഡ് കുറഞ്ഞാൽ ഉസ്താദിന്റെ കൊച്ചാപ്പാക്കും, കന്നിക്ക് ഉപ്പില്ലെങ്കിൽ പ്രസിഡന്റിന്റെ മൂത്താപ്പാക്കും 2 തെറിയൊക്കെ വിളിച്ചിട്ട് ചില ചങ്ങാതിമാരെന്ത് ചെയ്യും? ഇനി റമളാനിൽ നമ്മുടെ പള്ളിയിൽ കാണും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചില ആളുകളുടെ വിചാരം എന്ന് പറയണത് ഈ റമളാനിൽ മാത്രം പള്ളിയിൽ കയറിയാൽ മതി എന്നാ. എപ്പാ നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകളുടെ വിചാരം റമളാനിൽ മാത്രം പള്ളിയിൽ കയറിയാൽ മതി എന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് റമളാനാകാൻ കാത്തു നിൽക്കണ്ട. കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ റമളാനിൽ നമ്മുടെ തൊട്ടപ്പുറത്തിരുന്ന് നോമ്പ് തുറന്ന് എത്രയോ വാപ്പമാര് ഇനി ഖബറില. അല്ലാഹു അവർക്ക് സ്വർഗം നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നാവിനെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. അപ്പൊ നന്നാവൂലേ? ഇൻഷാ അല്ലാഹ് പറയും. നോക്കട്ടെ, എന്താ നിങ്ങൾ എന്താ ഈ ചൈനയുടെ റേഡിയോ പോലെ ആകണേ?
ചൈനയുടെ റേഡിയോ പോലെ കാണുന്നത്. ആദ്യമേ മേടിക്കുമ്പോൾ ഭയങ്കര ഉഷാറ. ഉസ്താദിനെ കാണുമ്പോൾ, ഉസ്താദിന്റെ താടി മുടിയൊക്കെ കാണുമ്പോൾ, ഉസ്താദിന്റെ തൊപ്പിയൊക്കെ ഷാളൊക്കെ കാണുമ്പോൾ, ഉസ്താദിന്റെ കരയുള്ള മുണ്ടൊക്കെ കാണുമ്പോൾ തെക്കുന്ന ഉസ്താദ് വന്ന് കൊള്ളാൻ പൊളിക്കും, ഇന്ന് ബോക്സൊക്കെ അടിച്ച് പൊളിക്കും, ഹനീഫൊക്കെ ഒരു 10,000 രൂപ നഷ്ടമൊക്കെ ഉണ്ടാക്കും എന്ന് ചിന്തയൊക്കെ ഉണ്ടായിട്ട് ആദ്യമേ 2 സ്വലാത്തൊക്കെ ഒച്ചയിൽ പറയും. അത് കഴിഞ്ഞ് കുറെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആവേശം അങ്ങ് കുറയും. അത് പാടില്ല. ഒരാവേശത്തിന് ഇൻഷാ അല്ലാഹ് പറയും. നോക്കട്ടെ പോരപ്പ അവൻ ഒച്ചയിൽ പറയും, ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കും. ഇപ്പം ഞാനാ വഴുത് പറയണേ, നിങ്ങളാ വഴുത് പറയണത് എനിക്ക് സംശയം. കാരണം എന്തേ, നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ കുഴഞ്ഞിരിക്കണത് പോലെ അള്ളാഹു ഈ കുഴഞ്ഞിരിക്കണതിന് പകരം അള്ളാഹു നാളെ സ്വർഗത്തിൽ അള്ളാഹു കടക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. അപ്പോൾ 1 എൻ്റെ പ്രിയപ്പെട്ടവരെ നാവിനെ സൂക്ഷിക്കുക. 2 ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, പടച്ചവന്റെ പരലോകത്തിൽ റബ്ബേ വിജയിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, 5 വഖത്ത് പടച്ചവന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരാരാ? പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് വിളിക്കുകയോ, ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു വന്നു 5 വഖത്തിന്റെ പ്രിയമുള്ളവരെ കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരാരോ അവരാണ് പ്രിയമുള്ളവര്. ഈമാനോട് ഇസ്സത്തോട് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ട് പടച്ചവന്റെ പരലോകത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വിജയിക്കുന്ന വിഭാഗമെന്ന് റസൂലുള്ള പറയുമ്പോ, ഇന്ന് സുബഹി നിസ്കരിച്ചവരുണ്ടോ? ഇന്ന് ളുഹർ നമസ്കരിച്ചവരുണ്ടോ? ഇന്ന് അസ്ർ നമസ്കരിച്ചവരുണ്ടോ? ഇന്ന് മഗ്രിബ് നമസ്കരിച്ചവരുണ്ടോ? ഇന്ന് ഇശാ നമസ്കരിച്ചവരുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തിൽ ഞാൻ പറയുകയാണ്, ഏത് സമയത്തും മരണപ്പെടുമെന്നുള്ള ബോധമുണ്ടല്ലോ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ, ചെറുപ്പക്കാരോ മോനെ, നീ 5 വഖത്ത് പടച്ചവന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതാണ്. അതുകൊണ്ട് പടച്ചവന്റെ പരലോകത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വിജയിക്കുന്നു. 2ാമത്തെ വിഭാഗമാരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ പറയുകയാണ്, 5 വഖത്ത് കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരോ അല്ലാഹുവേ സൗഭാഗ്യം തരണേ അല്ലാ. റജബന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുകയാണ്. ഈ റജബ് കടന്നു വന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ഞാനും നിങ്ങളും ദുആ ചെയ്തൊരു ദുആ ഉണ്ട്. ഏതെന്നറിയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അർഹമർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ഗഫാറായ അല്ലാഹ്, സത്താറായ അല്ലാഹ്, ജബ്ബാറായ അല്ലാഹ്, ഖഹാറായ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. റജബിലും ശഅബാനിലും പടച്ചവനെ സൗഭാഗ്യങ്ങളോ ബറക്കത്തോ നിഅമത്തുകളോ തരണേ അല്ലാഹ്. വബല്ലിഅനാ റമളാൻ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമുണ്ടല്ലോ, ഞങ്ങളിലേക്ക് ആഗതമാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. നമസ്കരിക്കാൻ, നോമ്പ് നോറ്റാൻ, സദഖ കൊടുക്കാൻ, സകാത്ത് കൊടുക്കാൻ, നന്മകൾ ചെയ്യാൻ, ദിക്റുകൾ ചൊല്ലാൻ, ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യാൻ സൗഭാഗ്യം തരണേ അല്ലാഹ്. സൗഭാഗ്യം തരണേ അല്ലാഹ്. സൗഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. പടച്ചോനെ, നോമ്പ് നോറ്റാനും ഖുർആൻ ഓതാനും നമസ്കരിക്കാനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ദുആ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സുബഹി നിസ്കരിച്ചവരുണ്ടോ? ഇന്ന് ളുഹർ നിസ്കരിച്ചവരുണ്ടോ? ഇന്ന് അസർ നിസ്കരിച്ചവരുണ്ടോ? മഗ്രിബ് നിസ്കരിച്ചവരുണ്ടോ? ഇശാ നിസ്കരിച്ചവരുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എത്ര ഉറൂസിൽ നിങ്ങൾ പങ്കെടുത്താലും നിസ്കരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉറൂസിലാണെങ്കിലും മൗലിദിനാണെങ്കിലും ഒന്നിനും പങ്കെടുക്കാൻ പാടില്ല. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലേ? ഇപ്പൊ ചില ചങ്ങാതിമാര് പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞ അങ്ങനെ
ചില ചെങ്ങാതിമാര് പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞ ഇങ്ങനെ കൊച്ചാപ്പാനെ കാണാൻ വരുന്നവരെ ചിലപ്പോൾ പള്ളിയിലേക്ക് ചില ചെങ്ങാതിമാര് കടന്നു വരണേ. ചില ചെങ്ങാതിമാര് ഞാനിപ്പം സുബ്ഹാനല്ലാഹ്, ഞാന് കഴിഞ്ഞ ദിവസം ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഞാന് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. വേൾഡ് കപ്പ് നടക്കുന്ന സമയം ഞാൻ കൊയിലാണ്ടി ഭാഗത്ത് വഅദിന് വരുന്ന സമയത്ത് ഞാനൊരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. സുബ്ഹാനല്ലാഹ്, ആ പള്ളിയിൽ ഞാൻ നിസ്കരിക്കാൻ കയറുന്ന സമയത്ത് ഒന്നാമത്തെ സഫിൽ 3 കുട്ടികൾ ഇങ്ങനെ നിസ്കരിക്കുക. ഒന്നാമത്തെ സഫില് 3 കുട്ടികൾ നിസ്കരിക്കുക. എങ്ങനത്തെ കുട്ടികളെന്നറിയോ? എംബാപ്പെ, റൊണാൾഡോ, മെസ്സി എന്നിങ്ങനെ എഴുതിയ 3 കുട്ടികൾ. ടീഷർട്ടിന്റെ പുറയിൽ എംബാപ്പെ. ഞാനൊരു പഠിച്ചവനെ, ഇവന്മാർക്ക് ഇന്ന് വേൾഡ് കപ്പ് ഒന്നുമില്ല, കളിക്കാൻ നിസ്കരിക്കാൻ വന്നിരിക്കാൻ നമ്മൾ ചിന്തിച്ചു. 3 കുട്ടികൾ ഇങ്ങനെ നിരന്ന് നിന്ന് ഭയങ്കര സന്തോഷത്തില് ഇങ്ങനെ നിസ്കരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചില മക്കൾ വരുന്ന എങ്ങനെയാ? മുമ്പിൽ മോഹൻലാലും പുറയിൽ മമ്മൂട്ടിയും കാലിൽ നയൻതാരയാ. എന്തേ ചില ചങ്ങാതിമാരുണ്ട് പടച്ചോനെ പള്ളിയിൽ കടന്നു വരുന്നത് കണ്ടാല് കാലിലെ കോട്ടയുള്ള പാൻറ്, വാപ്പാക്ക് BP കാർഡ് പോലും ഇല്ല അവസ്ഥയാ. ചില ചങ്ങാതിമാര് പള്ളിയിൽ കടന്നു വരണേ അല്ലേ? ഞാൻ പറയണത്, പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് വേണം വരാൻ. വെള്ള വസ്ത്രം ധരിച്ച് വേണം വരാൻ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ചില ചെങ്ങാതിമാരുണ്ട് ഇങ്ങനെ വിയർത്ത് കുളിച്ചാ പള്ളിയിൽ കടന്നു വരണേ. അതിന് പാടില്ല. പള്ളിയിൽ നിസ്കരിക്കാൻ വരും വാപ്പമാരോട് പറയാനുള്ളത്, മക്കൾക്ക് 2 വെള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. 2 വെള്ള വസ്ത്രം. ഇനി വെള്ള വസ്ത്രം ഈ മഹരിൽ ഇല്ലെങ്കിൽ പള്ളിയിലെ കമ്മിറ്റിക്ക് നിങ്ങൾ കത്ത് കൊടുക്കും, ഞാൻ മേടിച്ചുതരാം. എന്തെന്നറിയോ? ഈ 2 വെള്ള വസ്ത്രം മേടിച്ചു വെക്കാൻ പറഞ്ഞാൽ 2 ദിവസം ഒരു വെള്ള ഇടുക, പള്ളിയിൽ പോവുക, വന്നിട്ട് അത് മാറ്റിയിടുമ്പോൾ അടുത്തത് ഇടുക. ചില കുട്ടികൾ മദ്രസയിൽ മാത്രം വെള്ള ഇടും, പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ പടച്ചവന് എന്തൊക്കെ ഡ്രസ്സുകളായിടണേ. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് കുറെ ഇംഗ്ലീഷിന്റെ അർത്ഥം പോലും അറിയാതെ അതിനിങ്ങനെ ചില ആളുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, നെഞ്ചത്ത് തന്നെ ഓരോ വൃത്തികെട്ട വാക്കുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അതിന്റെ അർത്ഥം ചോദിച്ചാൽ പോലും എന്നെ അറിയൂല. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കട്ടെ. എന്നിട്ട് അതിട്ടിട്ടാ ചില ചങ്ങാതിമാർ പള്ളിയിൽ കടന്നു വരണേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറഞ്ഞു, നിസ്കരിക്കുന്നവരെ നരകത്തിലാണ്. നിസ്കരിക്കുന്നവര് നരകത്തിലാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാണ്, നിസ്കരിക്കുന്നവര് നരകത്തിലാ. ഉടൻ തന്നെ സഹാബത്തിന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നിസ്കരിക്കുന്നവരെങ്ങനാണ് നരകത്തിലെ കടക്കുന്നത് നബിയേ? ഉടൻ തന്നെ റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, നമസ്കരിക്കുമ്പോ അശ്രദ്ധരായി ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ വൈലെന്ന് പറയുന്ന നരകത്തിലേക്ക് അവനതോ കടക്കുന്നതോ. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവര്, അശ്രദ്ധരായി നിസ്കരിക്കുന്നവര്, ഇഖ്ലാസില്ലാതെ നിസ്കരിക്കുന്നവര്, അദബില്ലാതെ നമസ്കരിക്കുന്നവര് എവിടെയെന്നറിയോ? കത്തിജ്വലിക്കുന്ന വൈലെന്ന് പറയുന്ന നരകത്തിലാണോ പടച്ചവന്? അല്ലാഹുവേ, ഈമാനോടെ ഇഖ്ലാസോടെ അദബോടെ നമസ്കരിക്കാൻ സൗഭാഗ്യം തരണേ അല്ലാ, സൗഭാഗ്യം തരണേ അല്ലാ. ചില ആളുകള് വൈലെന്ന് പറയുന്ന നരകത്തിലാ. ആർക്കാ വൈലെന്ന് പറയണ നരകം? നമസ്കരിക്കുമ്പോ അശ്രദ്ധരായി നിസ്കരിക്കുന്നവർക്കാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പോഴും ഏത് പള്ളിയുടെ പരിപാടിക്ക് ഞാൻ പ്രസംഗിക്കാൻ ചെന്നാലും ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്തെന്നറിയോ? ഈ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഒരിക്കലും ക്ലോക്ക് വെക്കാൻ പാടില്ല. പള്ളിയിൽ ഒന്നാമത്തെ സഫില് ഒരിക്കലും ക്ലോക്ക് വെക്കാൻ പാടില്ല. എന്തെന്നറിയോ? ചില ചങ്ങാതിമാര് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്ലോക്കിൽ നോക്കിയിട്ടാണ് നമസ്കരിക്കണേ. ഉസ്താദ് ഫാത്തിഹ ഓതാൻ തുടങ്ങി, ഉസ്താദ് 2 മിനിറ്റായി, ഉസ്താദ് പോണില്ല, സുജൂദിലോട്ട് പോണില്ല, ഉസ്താദ് റുക്കൂയിലോട്ട് പോണില്ല, ഉസ്താദിനെ പെട്ടെന്ന് തന്നെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില ചങ്ങാതിമാര് സമയം നോക്കി നിസ്കരിക്കണ ചില ചങ്ങാതിമാര്. ചില ആളുകളുണ്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്ന കൈ കെട്ടും, ളുഹർ എന്ന ഫർള് നമസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൈ കെട്ടും. ചിന്ത എന്താ? പടച്ചോനെ, ഞാൻ പുറത്തൂരിയിട്ടിരിക്കണം എൻ്റെ ചെരുപ്പ്, അഡിഡാസിന്റെ ഷൂ ആരെങ്കിലും അടിച്ചോണ്ട് പോവാ റബ്ബേ എന്നുള്ള ചിന്തയാ ചില ചങ്ങാതിമാർക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ചില ആളുകളുണ്ട് പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കയറിയിട്ട് പല്ലി ഇങ്ങനെ നോക്കുക, മിഹ്റാബിലൂടെ എത്ര പല്ലി പോയി, ക്ലോക്കിന്റെ ചാരത്തൂടെ എത്ര പല്ലി പോയി എന്നിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ നോക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. നമ്മുടെ താത്തമാരെങ്ങനെയെന്നറിയോ? അപ്പൊ ഇവിടെ ഒരുപാട് ഉമ്മമാരിക്കണുണ്ട്. നമ്മുടെ ഉമ്മമാരെങ്ങനെയെന്നറിയോ? നിസ്കരിക്കാൻ വേണ്ടി ളുഹറിന് കൈ കെട്ടും, നിസ്കരിക്കാൻ വേണ്ടി ളുഹർ നിസ്കാരത്തിന് കൈ കെട്ടും. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ആ താത്ത ചിന്തിക്കണത്, പടച്ചോനെ
ഞാൻ നല്ല നെയ്ച്ചോറ് ഇറച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ റബ്ബേ. എന്റെ പൊന്നുമോനെ ഇപ്പൊ സ്കൂളും കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരും, അവനിപ്പ പൊരിച്ച കോഴിയും ഇറച്ചി എടുത്തോണ്ട് പോകുന്നുള്ള ചിന്ത താത്താക്ക് പടച്ചോനെ പേടിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ നിസ്കരിക്കുമ്പോൾ എന്താകാൻ പാടില്ല, അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. നമുക്കിത് ചിരിക്കാം, പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരോട് ശ്രദ്ധാപൂർവം കേൾക്കാൻ പറയാം. നിസ്കരിക്കുമ്പോ അശ്രദ്ധരായിട്ട് നിസ്കരിക്കാൻ പാടില്ല അല്ലേ. ഞാൻ പറഞ്ഞില്ല, ചില കള്ളന്മാര് പള്ളിയിലാണ് കൂടുതൽ, ചില പള്ളന്മാര് പള്ളിയിലാണ് കൂടുതൽ. പള്ളിയിൽ വന്നിട്ട് മുത്തലിമീങ്ങളുടെ പൈസ മോഷ്ടിക്കാനും ഉസ്താദുമാരുടെ റാഡോ വാച്ച് മോഷ്ടിക്കാനായിട്ടൊക്കെ ചില ചങ്ങാതിമാർ ഇങ്ങനെ കരുതിയിരിക്കുക. അള്ളാഹു ഈമാൻ നൽകട്ടെ. ഇപ്പോ ഈ റോഡ് സൈഡ് പള്ളിയാണെങ്കിൽ, ഈ റോഡ് സൈഡ് പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരെ കൂടുതൽ ശ്രദ്ധിക്കണ്ടേ, ടൗൺ പള്ളിയിൽ. കാരണം എന്താണെന്നറിയോ, പല ആളുകളും പള്ളിയിൽ നിസ്കരിക്കാൻ വരും, എന്നിട്ട് ഉസ്താദിനെ മുറി കയറും. എന്നിട്ട് എന്ത് ചെയ്യും, ഉസ്താദ് കേട്ട് ഇങ്ങനെ ഭയങ്കര ഉസ്താദെ എനിക്ക് സ്വർഗത്തിൽ പോകണം ഉസ്താദെ, എനിക്ക് അത് വേണം ഉസ്താദ്, ഇത് വേണം ഉസ്താദെ, ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഇബാദത്തുള്ള ആളാണ് ഉസ്താദൊക്കെ പറഞ്ഞ് ഉസ്താദിനെ ഇങ്ങനെ കറക്കി ഉസ്താദിനെ കൊണ്ട് ഉസ്താദിനെ മുറിയിൽ നിന്ന് ഉസ്താദ് ഒളിപ്പിച്ച് വെച്ചിരിക്കണം. ഈത്തപ്പഴം എടുക്കാൻ പോകുമ്പോൾ ഈ ചങ്ങാതി ഉസ്താദിന്റെ റാഡോ വാച്ചടിച്ചുകൊണ്ട് പോകും. അതാണ് അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ടൗൺ പള്ളിയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പൊ ഞാൻ ഒരു ടൗൺ പള്ളിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഏറ്റവും പ്രശ്നം എന്നറിയോ, ഈ പള്ളിയിൽ കുറെ ആൾക്കാർ വരും, വന്നിട്ട് ഉസ്താദിന്റെ റൂമിൽ കയറിയിട്ട് പറയും, ഉസ്താദെ ബസ് കൂലിയില്ല ഉസ്താദെ, പൈസ നഷ്ടപ്പെട്ടു പോയി. എന്താ പറയണേ, ബസ് കൂലിയില്ല ഉസ്താദെ, പൈസ നഷ്ടപ്പെട്ടു പോയെന്നാ ചില ആളുകൾ പറയണേ. എന്നോട് ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ചങ്ങാതി വയനാട്ടിലാന്നൊക്കെയാ പറഞ്ഞ, അള്ളാഹു അലോൻ അവിടെ എത്തിയത്. ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദെ ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയ സമയത്ത് ദാരിമയായിട്ട് ഫസ്റ്റ് ജോലിക്ക് കയറിയ സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ഭയങ്കര ആൾക്കാരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു. ഒരു ചങ്ങാതി എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ ഭാര്യയ്ക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമാണ്, എന്റെ ഭാര്യയ്ക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം. ഞാൻ പറഞ്ഞു അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്തു. ഓം പറയും, ഉസ്താദെ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ഞാനിവിടെ എറണാകുളത്ത് വന്നതാ, എനിക്ക് തിരിച്ചു പോകാൻ പൈസ ഇല്ല ഉസ്താദെ. ഉസ്താദ് എനിക്ക് ബസ് കൂലി തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, വീട്ടിൽ ചെന്ന പാടെ ഞാൻ എന്ത് ചെയ്യാം, ഗൂഗിൾ പേയിൽ ഉസ്താദ് ഞാൻ പൈസ അയച്ചുതരാന്ന് പറഞ്ഞു. ഞാനോർത്ത് സാധു അല്ലേ റബ്ബേ, ഓന്റെ മുഖം കണ്ടാല് നമ്മൾ കൊടുത്തു പോകും. ഈ ചങ്ങാതിക്ക് ഞാനൊരു 300 റുപ്യ എടുത്തു കൊടുത്തു. അപ്പൊ ഈ ചങ്ങാതി പറയും, ഉസ്താദെ 300 റുപ്യ കൊണ്ട് വയനാട്ടിൽ എത്താൻ പറ്റൂല, ഒരു 1000 രൂപയെങ്കിലും നിങ്ങൾ തരണം. ഞാൻ പറഞ്ഞടാ ചങ്ങാതി, ഞാൻ വാങ്ങിനൊക്കെ പോണ ആളാ, എനിക്കറിയാം എത്ര രൂപ ഉണ്ടെങ്കിൽ നിനക്ക് വയനാട്ടിൽ പോകാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു നീ 300 റുപ്യ ഇട്ട് പോ, ബാക്കി ഞാൻ ഇവിടെ നിന്ന് ദുആ ചെയ്തോളാം, നീ അവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സാധു അന്ന് പോയതാ, പിന്നെ എനിക്ക് പൈസ ഇട്ടിട്ടില്ല. ഇപ്പം 3-4 വർഷമായി. അത് നമ്മൾ സ്വതക്കായിട്ട് കണക്കാക്കും. അതാ പറഞ്ഞ കള്ളന്മാര് കൂടുതൽ പള്ളിയിലാണ് വരണേ, കള്ളന്മാര് കൂടുതൽ പള്ളിയിലാണ് കിടക്കണ വരുന്നത്. അതുകൊണ്ട് പറയാ, നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, അശ്രദ്ധരായിട്ട് നിസ്കരിക്കാൻ പാടില്ല. ഇഖ്ലാസോടെ അദബോടെ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ പരലോകത്ത് വിജയിക്കുന്ന വിഭാഗത്തിൽ പെടാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഒരു മനോഹരമാകുന്ന ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ തൂക്കുകയറ് കണ്ടപ്പോ ഒരു മഹാനവറുകളെ നിസ്കരിക്കണമെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ എന്നെയും നിങ്ങളെയും എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവാ, നമ്മളോട് അവസാനമായിട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടേ, നമ്മൾ പറയണത് എന്താ, ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഈ തൂക്കുകയറിൽ നിന്ന് നമ്മൾ എന്ന് രക്ഷപ്പെടുത്തണം. പക്ഷേ ഒരു മഹാനവറുകളെ എന്റെ പ്രിയപ്പെട്ടവരെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയി. ആ മഹാനവറുകള് കഴുകുമരം കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ കൊലയാളികൾ ചോദിച്ചു, നിനക്കിനി അവസാനമായിട്ട് എന്ത് ആഗ്രഹമാണുള്ളത്? അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാവട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു സംഭാവന, അല്ലെ 5 കൊല്ലത്തിൽ ഒരിക്കലാണ് ഉറൂസിന് നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റണേ. അപ്പൊ ഇൻഷാ അല്ലാഹ് 5 കൊല്ലത്തിൽ ഒരിക്കലും നിങ്ങൾ ഉറൂസിൽ കൊടുക്കണം, സ്വതക്കയാണ്. ഒരു നല്ല സംഖ്യ കൊടുക്കണം. ഇട്ടിട്ട് തിരിച്ചെടുക്കല്ലേ, ഇട്ടിട്ട് ചില ആളുകളുണ്ട് പള്ളിയിൽ ഖുതുബയ്ക്ക് വരണമെന്നില്ല, ജുമാക്ക് വരണമെന്നില്ല, ചില്ലറ മാറാനാ ചില ആളുകൾ വരണേ. ബക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ 2000 നോട്ട് ഇടും. നമ്മൾ ഓർക്കും ഹാജിയായിരുന്നു 2000 കൊടുക്കും. 2000 കൊടുത്തിട്ട് ബാക്കി 1990 ഇങ്ങോട്ട് തിരിച്ച് കണക്ക് പറഞ്ഞെടുക്കും. അങ്ങനെ എടുക്കാൻ പാടില്ല. ഇടണ സ്വതക്ക ഇൻഷാ അല്ലാഹ്, ഒരു നല്ലൊരു സ്വതക്ക ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മക്കാമില്, നമ്മുടെ ഈ പള്ളിക്ക്, നമ്മുടെ ഈ നേർച്ചയ്ക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ഇല്ലപ്പാ ബക്കറ്റ്, ഇവിടെ ബക്കറ്റ് ഇല്ലേ, ഇവിടെ ഉണ്ടോ? ഇവിടെ നിങ്ങളെ ലാസ്റ്റ് പിഴിയും, ആദ്യം അവരെ പിഴിയും, എന്നിട്ട് നിങ്ങളെ പിഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബക്കറ്റ് പോണുണ്ടോ? ബക്കറ്റ് പോണുണ്ടോ? പോണുണ്ട്. എന്ത് കളറ് ബക്കറ്റ്? നീല കളറാ? പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് വോളണ്ടിയർമാരുണ്ടോ? ഉണ്ട്, താത്തമാരുണ്ട്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും മുമ്പിൽ ചെല്ലണം. എല്ലാവരും മുമ്പിൽ ചെന്നിട്ട് അസറായിൽ നോക്കണത് വരെ നോക്കി ഇൻഷാ അല്ലാഹ് എല്ലാവരും തരും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ. 2 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്
عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കഴുകുമരം കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, കേട്ടോ കേട്ടോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ മനോഹരമാകുന്ന ചരിത്രമാണ് ഈ ചരിത്രം. എന്റെ പ്രിയമുള്ളവരെ പഠിക്കുമ്പോ കണ്ണ് നിറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവപ്പാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മഹാന്റെ ദുആക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവര് പൊരുത്തത്തിന് വേണ്ടി ദുആ ചെയ്തു. ആരെന്നറിയോ സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോ ആബിദോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളെ എന്റെ പ്രിയമുള്ളവര് ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന മഹാനവറുകളോ റസൂലുള്ളാഹിയുടെ കാലിൽ എന്റെ പ്രിയമുള്ളവര് ഒരു മുള്ളു കൊത്തിക്കൊള്ളുന്നത് പോലെ ആ മഹാനവറുകൾക്ക് എന്നെ പ്രിയമുള്ളവരെ സഹിക്കാൻ കഴിയൂല. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ടു മതമാകുന്ന ഇസ്ലാമിലൂടെ എന്റെ പ്രിയമുള്ളവര് ഹുബൈബ് തങ്ങളെ കടന്നു പോവുകയോ റസൂലുള്ളാഹിയെ വല്ലാതെ ഹുബ്ബ് വെക്കുകയോ. ശത്രുക്കൾ എന്റെ പ്രിയമുള്ളവരെ ഹുബൈബ് തങ്ങളെ അതോ പിടിക്കുകയോ എന്നിട്ടതോ തൂക്കിക്കൊല്ലാൻ എന്റെ പ്രിയപ്പെട്ടവരെ വിധിക്കുകയാണ്. പടച്ചവരെ ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പേടിക്കുന്നില്ലോ, ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഭയക്കുന്നില്ല. ഹുബൈബ് തങ്ങളെ അതോ പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കഴുകുമരത്തിന്റെ ചാരത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ അതാ കൊണ്ടുവരുമ്പോ ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പതറുന്നില്ല, ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കരയുന്നില്ല, ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നൊമ്പരപ്പെടുന്നില്ല. ഹുബൈബ് തങ്ങളതോ കഴുകുമരത്തിന്റെ ചുവട്ടിൽ എന്റെ പ്രിയമുള്ളവരെ നിൽക്കുമ്പോ പടച്ചവരെ ശത്രുക്കളതാ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹുബൈബ് ഈ കഴുകുമരത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞു തരോ. നിന്റെ ഈ സ്ഥാനത്ത് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് മുഹമ്മദാണെന്നു നീയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തോ എന്നെന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുമ്പോ ഹുബൈബ് തങ്ങൾ പറയുകയോ ഇല്ല 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 ഇല്ല, എനിക്കെന്റെ ജീവനാണ് എന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള്, എനിക്കെന്റെ കൽബാണ് എന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള്, എനിക്കെന്റെ എല്ലാമാണ് നബി തങ്ങള്. അതുകൊണ്ടാ നബി തങ്ങള് ഈ കഴുകുമരത്തിന്റെ ചുവട്ടിലൊന്ന് നിൽക്കുന്നത് പോലും എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയൂല, കാണാൻ കഴിയൂല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ശത്രുക്കളതാ ചോദിക്കുകയാണ്, ഹുബൈബേ നിനക്ക് അവസാനമായിട്ട് ആഗ്രഹം എന്താ? ഈ കഴുകുമരത്തിന്റെ ചുവട്ടിൽ നീ നിൽക്കുമ്പോ നിനക്ക് അവസാനമായിട്ടുള്ള ആഗ്രഹം എന്താണ്? ഉടൻ തന്നെ എന്റെ പ്രിയമുള്ളവരെ ഹുബൈബ് തങ്ങള് മറുപടി പറയുകയോ എന്തെന്നറിയോ, നല്ല ഭക്ഷണം വേണമെന്നല്ല, മക്കളെ കാണണമെന്നല്ല, കൂട്ടുകാരെ കാണണമെന്നല്ല, കുടുംബക്കാരെ കാണണമെന്നല്ല, എന്താണ് ആഗ്രഹമെന്നറിയോ? ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. ശത്രുക്കൾ എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാണ്. യാ അല്ലാഹ്, ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ വുളൂ ചെയ്യുകയാണ്, എന്നിട്ടതോ നമസ്കരിക്കുകയോ. പെട്ടെന്ന് എന്റെ പ്രിയമുള്ളവരെ നമസ്കരിച്ച് സലാം വീട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുമ്പോ മലക്കുകൾ എന്റെ പ്രിയമുള്ളവരെ വന്നുകൊണ്ട് പറയുകയാണ്, എന്തിനാണ് ഹുബൈബേ നീ കരയുന്നത്? എന്തിനാ നൊമ്പരപ്പെടുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? നീ സ്വർഗത്തിലോ എന്നെ പ്രിയമുള്ളവരെ മലായിക്കത്തുകളോ കടന്നു വന്നുകൊണ്ട് ഹുബൈബ് തങ്ങളോട് പറയുമ്പോ ഒരു പെണ്ണെന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഹുബൈബിനെ തൂക്കിക്കൊന്നു ഹുബൈബിന്റെ തലയോട്ടിയുണ്ടല്ലോ എനിക്ക് നൽകേണ്ടതോ, ആ തലയോട്ടിയില് എനിക്കുണ്ടല്ലോ കള്ളുണ്ടല്ലോ ഒഴിച്ചുകൊണ്ട് കുടിക്കേണ്ടതോ. ഹുബൈബ് തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ തൂക്കിലേറ്റുകയാണ്. പടച്ചവര് ഇസ്ലാമിന്റെ ധീര പോരാളിയുണ്ടല്ലോ വിട പറയുകയോ
റസൂലുള്ള കരയുകയാണ്, സഹാബത്ത് കരയുകയാണ്, സഹാബത്ത് നൊമ്പരപ്പെടുകയാണ്, സഹാബത്ത് പ്രയാസപ്പെടുകയാണ്. ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ ചോദിക്കുകയാണ്, ആരാണ് സഹാബോ? ഹുബൈബിന്റെ മയ്യത്ത് കൊണ്ടുവരുന്നതാരാണ്? ഹുബൈബിന്റെ ജനാസ ശത്രുക്കളുടെ തടവലങ്ങനെ പോയിട്ട്, ശത്രുക്കളുടെ സ്ഥലത്ത് പോയിട്ട് ഹുബൈബിന്റെ മയ്യത്തുണ്ടല്ലോ, ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, കൊണ്ടുവരുന്നതാരോ? ഉടൻ തന്നെ ഒരു സഹാബിയന്റെ പ്രിയമുള്ളവര് എണ്ണീച്ചു നിൽക്കുകയാണ്. എന്നിട്ടതാ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ പോകാം നബിയേ, ഞാൻ പോകാം നബിയേ എന്നെ പ്രിയമുള്ളവരെ പറഞ്ഞിട്ടു. ഹുബൈബ് തങ്ങളുടെ മയ്യത്തുണ്ടല്ലോ, എടുത്തുകൊണ്ടുവരാൻ ഒരു സഹാബിയന്റെ പ്രിയമുള്ളവരെ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോ ഹുബൈബ് തങ്ങളുടെ മയ്യത്തുണ്ടല്ലോ, കാണാൻ കഴിയുന്നില്ല. ഹുബൈബ് തങ്ങളുടെ മയ്യത്തുണ്ടല്ലോ, കാണാൻ കഴിയുന്നില്ല. സഹാബിയന്റെ പ്രിയമുള്ളവരെ കരയുകയാണ്, പേടിച്ച് വിറങ്ങലിക്കുകയാണ്. പടച്ചവന് എന്താണ് സംഭവിച്ചത്? ഹുബൈബിന്റെ മയ്യത്തുണ്ടല്ലോ, ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, കാണുന്നില്ലല്ലോ അല്ലോ, കാണുന്നില്ലല്ലോ റബ്ബേ. അതാ ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ആ സഹാബി അതാ കടന്നു വരികയാണ്. എന്നിട്ടതാ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിയേ, ഹുബൈബിന്റെ മയ്യത്ത് കാണുന്നില്ല നബിയേ. ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോ ചിരിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, ഹുബൈബിന്റെ മയ്യത്തുണ്ടല്ലോ, മലായിക്കത്തുകളുണ്ടല്ലോ, ഖബറടക്കി സഹാബ എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുകയാ. പടച്ചവനെ, കഴുകുമരത്തിന്റെ ചുവട്ടില് പോലും എന്റെ പ്രിയമുള്ളവരെ നിൽക്കുന്ന സമയത്തു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാണ്, നമസ്കാരമുണ്ടല്ലോ, ആരെങ്കിലും ഒരാളെ നിലനിർത്തി കഴിഞ്ഞാൽ പടച്ചവന്റെ പരലോകത്തു വിജയിക്കുന്നതോ വിജയിക്കുന്നതോ വിജയിക്കുന്നതോ. നിസ്കാരം മുറ പോലെ നിസ്കരിക്കണവരാരാ? 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണവരാരാ? അവരാണ് മരിക്കണ സമയത്ത് ഈമാനോടെ മരിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് വിജയിക്കുന്ന 2ാമത്തെ വിഭാഗമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഉംറ ചെയ്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി കൈവക്കി. ഉംറ ചെയ്തവര് 1 2 3 4 5 6 7 മുത്തലിമികൾ ആരും ഉംറ ചെയ്തിട്ടില്ല? ഏതെങ്കിലുമൊക്കെ ഹാജിയാക്കന്മാരെ കൊണ്ടുപോയാൽ പോവല്ലേ? ഇൻഷാ അല്ലാഹ്, അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഉംറ ചെയ്യാത്തവര് ഒരുപാട് പേരുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ ആരും പലരും ചെയ്തിട്ടില്ല, ഒരുപാട് താത്തമാര് ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉംറയുടെ പ്രതിഫലം അള്ളാഹു നൽകും ഒരു നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ. ചങ്ങാതിമാരെ, അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഒരു ഉംറയുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നിസ്കാരം നിസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ഒരു 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ പറയണ സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പറയണ 2 റക്അത്ത് നിസ്കാരം ഞാൻ പറയണ രീതിയിൽ നിങ്ങൾ നമസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഉംറയുടെ പ്രതിഫലം ആദരവാകുന്ന പ്രവാചകൻ നിങ്ങൾക്ക് ഓഫർ നൽകുന്നുണ്ട്. അല്ലേ? ഓഫർ കിട്ടാത്ത ആരാ ഉള്ളേ? ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, 5 ലക്സിന്റെ സോപ്പ് എടുത്താൽ 100 രൂപ കുറയും. 5 ലക്സിന്റെ സോപ്പ് എടുത്താൽ 100 രൂപ കുറയും എന്ന് പറയുമ്പോ നമ്മൾ പോയിട്ട് 10 സോപ്പ് വാരി എടുക്കണ ടീംസാ നമ്മൾ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കട്ടെ. അല്ലേ? അല്ലപ്പാ, അതിന്റെ ട്രിക്ക് നമുക്കറിയാണ്ട്, അത് കച്ചവടക്കാരത് പോയി ചോദിച്ചു നോക്കണം. അതിന്റെ ട്രിക്ക് എന്താന്ന്? 10 സോപ്പിന്റെ വിലയായിരിക്കും ലക്സിന് ഇട്ടിരിക്കണേ, എന്നിട്ടായിരിക്കും വില കുറച്ചിരിക്കണേ. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു 2 റക്അത്ത് നിസ്കാരം, ആ നിസ്കാരം നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾക്കൊരു ഉംറയുടെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയാ. ഏതാ? ദുഹാ നമസ്കാരം കേട്ടിക്കണ? ദുഹാ നമസ്കാരം കേട്ടിട്ടുണ്ടോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്,
ഒരു ഉംറയുടെ പ്രതിഫലം വേണോ? ഒരു ഉംറയുടെ പ്രതിഫലം വേണോ? അതിനുള്ള കാര്യമെന്തോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ദുഹാ നമസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ പടച്ച തമ്പുരാൻ നൽകുന്ന പ്രതിഫലം എന്താണ്? ഒരു ഉംറയുടെ പ്രതിഫലമോ, ഒരു ഉംറയുടെ പ്രതിഫലമോ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവര് 3 കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളോട് പറയുകയോ. ഒന്നാമത്തത് എന്തെന്നറിയോ? എല്ലാ അറബി മാസം എന്റെ പ്രിയപ്പെട്ടവരെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോറ്റണേ. രണ്ടാമത്തതെന്തോ? ഇശാക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങളുണ്ടല്ലോ വിത്ർ നമസ്കരിക്കണേ. മൂന്നാമതായി ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നതെന്നറിയോ? ദുഹാ നമസ്കാരമുണ്ടല്ലോ നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുകയോ. എന്നിട്ടതാ പണ്ഡിതന്മാരെന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അല്ലാഹുവേ കാലുവേദനയുള്ളവരുണ്ടോ, കൈവേദനയുള്ളവരുണ്ടോ, ശരീരത്തിന്റെ ജോയിന്റുകൾക്ക് വേദനയുള്ളവരുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തിന് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ കൃത്യമായി ദുഹാ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോയിന്റുകളുടെ വേദനയ്ക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ശമനം നൽകുന്നതോ. നിങ്ങളുടെ ജോയിന്റുകൾക്കോ കെണിപ്പുകൾക്കോ അല്ലാഹു പടച്ച തമ്പുരാൻ എന്റെ പ്രിയമുള്ളവരെ വേദനയുണ്ടല്ലോ മാറ്റി തരുന്നതോ. കൈവേദന, കാലുവേദന, ശരീരത്തിന്റെ ജോയിന്റുകൾക്ക് ഇങ്ങനെ വല്ലാതെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരോട് ഞാൻ പറയുക, എല്ലാ ദിവസവും ദുഹാ നമസ്കാരം നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ജോയിന്റുകളുടെ വേദന അല്ലാഹു മാറ്റി നൽകുമെന്ന് ബഹുമാനപ്പെട്ട ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ കയറി വരുമ്പോ ചില നിസ്കാരക്കാരെ കാണാം. എങ്ങനത്തെ നിസ്കാരക്കാരാ? ഇരുന്ന് നിസ്കരിക്കണവരുണ്ട്. എങ്ങനത്തെ? ഇരുന്ന് നിസ്കരിക്കണവര്. ചിലപ്പോ ചില ആളുകൾക്ക് പ്രായമായി പോയി നിസ്കരിക്കാൻ കഴിയൂല, ചിലപ്പോ നിന്ന് നിസ്കരിക്കാൻ കഴിയൂല. ചില ആളുകളുണ്ട് കാലിലൊരു ഉറുമ്പ് കടിച്ചാൽ മതി അപ്പം തന്നെ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഇമാമിനെ കാട്ടി മുമ്പിൽ ചിലപ്പോൾ ഒരു കസേരയൊക്കെ ഇട്ടിരുന്നിട്ട് ചില ചങ്ങാതിമാർ ഇങ്ങനെ ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടി കസേരയായിട്ട് പറഞ്ഞ ചില ചങ്ങാതിമാരുണ്ട്. ഓന്റെ മുമ്പിൽ ഒരു 2000 നോട്ട് ഇട്ട് കൊടുത്താ ഓൻ എടുക്കൂലേ? ഈ മുട്ടുമടക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഹക്കായതാ, മുട്ടുമടക്കാൻ കഴിയൂല. ചില ആള് ഉഡായിപ്പാണ്. എന്റെ പടച്ചോനെ മുമ്പിൽ ഒരു 2000 രൂപ കുഞ്ഞെടുത്ത് നക്കിക്കൊണ്ട് പോകും, എന്നാലും പള്ളിയിൽ പോയിട്ട് സുജൂദ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുമോ? പറ്റൂല. ചില താത്തമാര് പറയും, ഉസ്താദേ മുട്ടുവേദന ഉസ്താദേ, മുട്ടുവേദന ഉസ്താദേ, മുട്ടുവേദന ഉസ്താദ് എന്ന് പറയും. ചില താത്തമാർക്ക് അതൊരു അസുഖമാണ്, മുട്ട് വളയൂല. ചില താത്തമാര് 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളുടെ വിചാരം ഇരുന്ന് നിസ്കരിക്കാന്ന്. 50 വയസ്സ് കഴിഞ്ഞാൽ ചില ഉമ്മമാരുടെ വിചാരം ഇരുന്ന് നിസ്കരിക്കാന്ന. ഈ ഇരുന്ന് നിസ്കരിക്കണ താത്താമാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഒരു 2 പവന്റെ സ്വർണ്ണമാല അവർ ഇട്ട് കൊടുത്തേ, എടുക്കൂലേ? എടുക്കൂലേ? എടുത്തോണ്ട് അങ്ങ് ഓടിക്കളയും വേണേ. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കട്ടെ. പക്ഷെ സുജൂദ് ചെയ്യാൻ, മുട്ടൊന്നും മടക്കാൻ നമ്മളെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കഴിയൂല. അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ജോയിന്റുകൾക്ക് വേദന മാറണമെങ്കിൽ, നിങ്ങളുടെ അസുഖങ്ങൾ മാറണമെങ്കിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, നിങ്ങൾ ദുഹാ നമസ്കരിക്കണം. നിങ്ങൾ ദുഹാ നമസ്കരിക്കണം. ഈ ദുഹയില് സൂറത്തുൽ ദുഹ നിങ്ങൾ ഓതും. സൂറത്ത് ദുഹ നിങ്ങൾ ഓതും. ഏതാ? വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് പറയണ സൂറത്തുൽ ദുഹ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈവേദന, കാലുവേദന, മറ്റുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു ശിഫയാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ദുഹ നിസ്കരിച്ചാൽ നിങ്ങളുടെ കൈവേദന, കാലുവേദന, ശരീരത്തിന്റെ വേദനകൾ അല്ലാഹു മാറ്റി നൽകുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറഞ്ഞു തരുമ്പോ ദുഹ നിസ്കരിക്കണം. ദുഹ നിസ്കരിക്കണം. ആദ്യമേ ഫർദ് നിസ്കരിക്കണം, പിന്നെയാണ് ദുഹ. അല്ലാഹു 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് 1 നാവിനെ സൂക്ഷിക്കുക. 2 എന്റെ പ്രിയപ്പെട്ടവരെ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുക. 3 കേട്ടോ, 3 കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇവിടെ തലപ്പാവ് ധരിച്ച ഉസ്താദുമാരെ കണ്ടില്ലേ? തലപ്പാവ് ധരിച്ച ഉസ്താദുമാരെ കണ്ടില്ലേ? നിങ്ങളുടെ നാട്ടിൽ ഓതി പഠിക്കണ മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ഓർക്കുമ്പോ ഓരിപ്പന്താ
പൊറോട്ട കെട്ടി നടക്കണ കുറെ ചങ്ങാതിമാർ നിങ്ങൾ വിചാരിക്കും. ചില താത്താമാർ വിചാരിക്കും പുട്ടടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നടക്കണ ചില ആളുകൾ ആ മൂല്യന്മാരെന്ന് ചില താത്താമാർ വിചാരിക്കും. പെണ്ണെ പഠിച്ചോ, മൂന്നാമത്തെ വിഭാഗമാരാ. സ്വർഗത്തിൽ കടക്കണ, പരലോകത്ത് വിജയിക്കുന്ന, മരിക്കണ സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കണ മൂന്നാമത്തെ വിഭാഗമാരാ. ആരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയമുള്ളവരെ വിജയിക്കുന്ന മൂന്നാമത്തെ വിഭാഗമാരോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഖുർആനുണ്ടല്ലോ ബഹുമാനിക്കുന്നവരാരാ, ഖുർആനിനെയുണ്ടല്ലോ പ്രണയിക്കുന്നവരാരാ, ഖുർആനിനെയുണ്ടല്ലോ ഹബ്ബ് വെക്കുന്നവരാരാ, ഖുർആനിനെയുണ്ടല്ലോ ഹൃദയത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ചേർത്തുകൊണ്ട് ഓതുന്നവരാരാ, അവരാണ് പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്തു ഈമാനോടെ മരിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്തു പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലു കടക്കുന്ന വിഭാഗമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാണ്, ഖുർആൻ ഓതുന്നവര്, ഖുർആന് പഠിക്കുന്നവര്, ഖുർആന് പഠിപ്പിക്കുന്നവര്, എന്റെ പ്രിയമുള്ളവരെ സ്നേഹിച്ചുകൊള്ളുക, ബഹുമാനിച്ചുകൊള്ളുക. അർഹമുറഹീമായ അല്ലാഹ്, കരുണക്കടനായ അല്ലാഹ്, നീതിമാനായ അല്ലാഹ്, പടച്ചവനെ ഇവിടെ നിറഞ്ഞിരിക്കുന്ന പാവങ്ങൾക്ക് ഖുർആൻ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിട പറയാൻ സൗഭാഗ്യം കൊടുക്കണേ അല്ലാ, സൗഭാഗ്യം കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. അതാ പറയണേ, ഖുർആനിനെ പ്രണയിക്കണവര്, ഖുർആനിനെ ഹബ്ബ് വെക്കണവര്, ഖുർആൻ പഠിക്കണവരെ ബഹുമാനിക്കുന്നവര്, ഖുർആൻ പഠിപ്പിക്കുന്നവരെ ഹബ്ബ് വെക്കണവര്, അവരാണ് മൂന്നാമത് പരലോകത്ത് വിജയിക്കുന്ന വിഭാഗമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ കുറെ ആളുകള് ഖുർആനിനെതിരെ പല യുക്തിവാദികളും കടന്നു വരുന്നുണ്ട്, ഇല്ലേ? അല്ലേ? ചില പല ആളുകളും ഖുർആനിനെതിരെ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നുണ്ട്. ഖുർആൻ പണ്ടേ പറഞ്ഞതാ, ആണൊരിക്കലും പെണ്ണാകൂല, പെണ്ണൊരിക്കലും ആണാകൂല. പല ആളുകളും പറഞ്ഞു ആണ് പെണ്ണാകാൻ കഴിയും, പെണ്ണിന് ആണാകാൻ കഴിയും. പക്ഷെ ഖുർആൻ പണ്ടേ പറഞ്ഞു ഇവിടെ ആണിന് പെണ്ണാകാനും കഴിയൂല, പെണ്ണിന് ആണാകാനും കഴിയൂല. ഇപ്പോ ഭയങ്കര വാർത്തക്കാരൊക്കെ ഭയങ്കര പബ്ലിസിറ്റി ഇതിങ്ങനെ നടക്കുന്നുണ്ട്. ആരാ? ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗം, അല്ലേ, ആദ്യമായിട്ട് ഗർഭം ചുമന്നു, ആദ്യമായി ഗർഭം ധരിച്ചു വന്നു. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണ് ആണാകുക, ആണ് പെണ്ണാകുക. ഞാൻ പെണ്ണാകുക, ഒരു പെണ്ണ് ഒരാണാകുക, അതിനാണെന്ന് പറയണേ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗം. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ ഇങ്ങനെ പറയാ, ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരാള് ഗർഭം ചുമന്നു വന്നു. ആരപ്പത്? ഒരു പെണ്ണ് ആണായി, ഒരു പെണ്ണ് ആണായി, എന്നിട്ട് ആണാണെന്ന് പറഞ്ഞ് നടക്കണ ആ ചെങ്ങാതി എന്താണ് ഗർഭം ചുമന്നു വന്നു. പഠിച്ചവനെ, ഓൻ അസിന് നോക്കിക്കഴിഞ്ഞാൽ എന്താ? ഓ പെണ്ണാ, ഓന് മാറുണ്ട്, എല്ലാം ഉണ്ട്. ഓൻ എന്തൊക്കെ മുറിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്പരം ഒരാണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ട് എന്തുണ്ടാവും? ഗർഭമുണ്ടാവും. ഗർഭമുണ്ടാകും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിടക്ക കുറെ വാർത്താ മാധ്യമങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞിടക്ക ആദ്യത്തെ ഗർഭിണിയാണെന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ. എന്തൊക്കെ പൊട്ടത്തരാ ചങ്ങാതിമാരെ പറയണേ, അല്ലേ? അതാ പറയാ, ഖുർആനിനെതിരെ പല ചങ്ങാതിമാര് കടന്നു വരും. പക്ഷേ അവസാനം അവര് ഖുർആനിനെ എന്റെ പ്രിയപ്പെട്ടവരെ സമ്മതിക്കേണ്ടി വരും, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഖുർആൻ ഓതിയവരുണ്ടെങ്കിലും ഒന്ന് കൈപൊക്കി. ഇന്ന് മുത്തലിമിങ്ങൾ താത്തിക്കോ, അവരെല്ലാം സദനപ്പ പണി, അവരെല്ലാം പറഞ്ഞ ബാക്കിയുള്ളവരെ കണ്ടില്ലപ്പ, കുറച്ച് പേരുള്ളൂ. നമ്മൾ ഖുർആൻ ഓതിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിനെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രണയിക്കണം, ഖുർആനിനെ ബഹുമാനിക്കണം. നമ്മുടെ പള്ളിയിൽ ഇത്രയും മനോഹരമാകുന്ന പള്ളി നമ്മൾ പണിതു. നമ്മുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ പൊടിയുള്ളത് എവിടാ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? നമ്മുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ പൊടിയുള്ളത് എവിടാ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പള്ളിയിൽ ഖത്തീബ് ഉസ്താദ് നിസ്കരിക്കണം, മുസല്ലയിലാ പൊടി അല്ലപ്പ, ഉസ്താദിന്റെ മുറിയിലാ പൊടി അല്ല, മുത്തലിമിങ്ങളുടെ മുറിയിലാ പൊടി അല്ല,
സെക്രട്ടറിയുടെ ഓഫീസിലാ പൊടി? അല്ല. നമ്മുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ പൊടി എവിടെയെന്നറിയോ മോനെ? ഖുർആൻ ഇരിക്കണ ഷെൽഫിൽ നിങ്ങളൊന്ന് ചെന്നിട്ട് കൈ കൊണ്ട് തുടച്ചു നോക്കണം. അപ്പൊ അറിയാം പള്ളിയിൽ പൊടിയുണ്ടോ ഇല്ലയെന്ന്. കാരണം എന്തേ? ഖുർആൻ അവിടെ നിന്ന് നനക്കിയിട്ട് തന്നെ മാസങ്ങളായി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. നമ്മുടെ നാട്ടിലെ പ്രവാസികളാകുന്ന സുഹൃത്തുക്കള് അവരുടെ വാപ്പയും ഉമ്മയും ഒക്കെ മരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ കാസർഗോഡ് ടൗൺ പള്ളിയിലേക്ക് ഒരു 10 മുസ്ഹഫ് എന്റെ വകയെന്ന് പറഞ്ഞു കൊടുക്കും. ആ ചെങ്ങാതിമാര് സാധുക്കള് 5 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോഴും ഈ ഖുർആൻ പൊട്ടിച്ചിട്ടില്ല. ഖുർആനിൽ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ട് ഒരു മൂലയ്ക്ക് സ്റ്റെയറിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിരിക്ക. എന്തേ? ഓതാൻ ആളില്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഈ പെര താമസം, വീട് താമസത്തിന് അന്ന് ഈ ചില ചങ്ങാതിമാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. സുബഹിയുടെ സമയം അൽഹംദുലില്ലാ ബറക്കത്തുള്ള സമയമാണ്, വീട് താമസത്തിന് പറ്റിയ സമയമാണ്. സുബഹിയുടെ സമയമാകുമ്പോ പള്ളിയിൽ ഉസ്താദന്മാരൊക്കെ വിളിക്കും, മുത്തഅല്ലിമീങ്ങളെ സയ്യിദന്മാരൊക്കെ വിളിപ്പിച്ച് വീടിന്റെ അകത്തേക്ക് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ബിസ്മീൻ ചൊല്ലി കേറുമ്പോ ഈ ചങ്ങാതിയുടെ കയ്യിൽ ഖുർആൻ ഉണ്ടാകും. ആ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും. പഠിച്ചോനെ താഴെ പോകല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും. പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കേറുമ്പോ വീടിന്റെ അകത്ത് ഒരു ഷെൽഫ് ഉണ്ടാകും. ആ ഷെൽഫിന്റെ അകത്ത് അന്നുകൊണ്ട് വെച്ചതാ ചങ്ങാതി ഖുർആൻ. പിന്നെ കൈ കൊണ്ട് ചങ്ങാതി ആ ഖുർആൻ തൊട്ടിട്ടില്ല. ഈ ചങ്ങാതി ഖുർആനിന്റെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഖുർആൻ പറയും, എടാ ചങ്ങാതി, എടാ ഓതടാ, ഞാൻ ഓതൂല. എടാ ഓതടാ, ഞാൻ ഓതൂല. എടാ ചങ്ങാതി ഓതടാ, ഞാൻ ഓതൂല എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാതി ആ ഖുർആനിനെ എന്റെ പ്രിയപ്പെട്ടവർ ഓതാതെ നടക്കണവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആൻ എപ്പോഴാ ഉപകാരപ്പെടണേ? ഈ ഖുർആൻ എപ്പോഴാ ഉപകാരപ്പെടണേ? പരലോകത്തെ വിജയികൾ എന്ന നമ്മുടെ വിഷയത്തിന്റെ പേര്. ഈ ഖുർആൻ എപ്പോഴാ നമുക്ക് ഉപകാരപ്പെടണേ? കേട്ടോ, ഈ ഖുർആൻ നിനക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ശുപാർശ ചെയ്യുമെന്ന. ഈ ഖുർആൻ നിനക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ ശുപാർശ ചെയ്യുമെന്ന. എങ്ങനെ? ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഈ മുത്തഅല്ലിമീങ്ങൾ ഹാഫിദീങ്ങളൊക്കെ ഉണ്ട്. ഹാഫിദീങ്ങളെ മുത്തഅല്ലിമീങ്ങളുണ്ടോ? ഉണ്ടപ്പോ ഹാഫിദീങ്ങളെ മുത്തഅല്ലിമീങ്ങൾ ആരില്ല? ഹാഫിദീങ്ങളെ നാട്ടുകാരുണ്ടോ? ആരുമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ നാട്ടിൽ ഹാഫിദീങ്ങൾ അല്ലാഹു നിലനിർത്തട്ടെ. ഖുർആൻ പഠിക്കാൻ വിടണം. 4 മക്കളുണ്ടെങ്കിൽ ഒരാളെ ഗുണ്ടയാക്കാനും ഒരാളെ എഞ്ചിനീയർ ആക്കാനും ഒരാളെ ഡോക്ടർ ആക്കാനൊക്കെ വിടും. ഒരാളെ എന്ത് ഖുർആൻ പഠിക്കാൻ വിട്ടൂടാ? എന്തപ്പോ വിട്ടൂടാ? നമുക്ക് മടിയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ നിനക്ക് എപ്പോഴാ ഉപകാരപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ സ്കൂള് പഠിക്കണ മക്കളും മദ്രസയിൽ പഠിക്കണ മക്കളും ഉണ്ടാകും. സ്കൂള് പഠിക്കണ മക്കളും മദ്രസ പഠിക്കണ മക്കളും ഉണ്ടാകും. നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് സ്കൂളില് കണക്ക് പരീക്ഷയില് 80-ല് 50 കിട്ടിയപ്പോ എന്റെ പ്രിയപ്പെട്ടവർ ആ കുട്ടിയെ മടലിനും ചൂരലിനും ഒക്കെ അടിച്ചവരെ വാപ്പമാരാകുന്ന ഞാനും നിങ്ങളും. ഞാൻ ചോദിക്കട്ടെ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മദ്രസയില് ഖുർആനിൽ 80-ല് 30 കിട്ടിയുള്ളൂ. ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉസ്താദെ, അവന്റെ ബാക്കി 50 മാർക്ക് എങ്ങനെയാ പോയതെന്ന് ചോദിക്കാനുള്ള ഒരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹു നിലനിർത്തട്ടെ. ചില താത്തമാരുണ്ട്, സ്കൂളില് മക്കൾക്ക് കണക്ക് പരീക്ഷയാണെങ്കിൽ അന്ന് മക്കളെ മദ്രസയിൽ വിടൂല. സ്കൂളില് മക്കൾക്ക് കണക്ക് പരീക്ഷയാണെങ്കിൽ അന്ന് മക്കളെ എന്ത് ചെയ്യൂല? മദ്രസയിൽ വിടൂല. ഇത് നീ മദ്രസയിൽ പോണ്ട, കയറിയിരിക്കടാ, മറ്റേ സ്കോർ ഇങ്ങനെ പഠിപ്പിക്കുക. അവസാനം മാർക്ക് വരുമ്പോഴോ 83, 82. മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മദ്രസയിൽ പോകാതെ സ്കൂളിൽ പോയാൽ എങ്ങനെ അവൻ അല്ലാഹു വിദ്യാഭ്യാസം കൊടുക്കുക? ആത്മീയ വിദ്യാഭ്യാസം ആദ്യമേ കൊടുക്കണം, എന്നിട്ട് വേണം ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അല്ലാഹു നിലനിർത്തട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ല, ചില മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? തിങ്കൾ തൊട്ട് വ്യാഴം വരെ കുട്ടികൾക്ക് ഒരു അസുഖമില്ല. മദ്രസയിൽ വരുമ്പോ തിങ്കൾ തൊട്ട് വ്യാഴം വരെ ഒരു അസുഖമില്ല. വെള്ളിയാഴ്ച പൊതു അവധി. ശനി ഞായറും കുട്ടികളെ കാണുന്നില്ല. തിങ്കളാഴ്ച രാവിലെ പ്രസിഡന്റ് ഹത്തീബിന്റെ ഫോണിലേക്ക് വിളിക്കുക, ഉസ്താദിനെ കിട്ടണില്ല. ഉസ്താദിന്റെ ഫോൺ ഫുൾ എൻഗേജ്ഡ്. എന്തേ? ഓരോ താത്തമാരും കാക്കമാരും വിളിച്ചിട്ട് പറയാ, ഉസ്താദെ, ഇന്നലെ എന്റെ ആമിന മോള് വന്നില്ല ഉസ്താദെ, ഓൾക്ക് പനിയാ ഉസ്താദെ, ഓൾക്ക് ജലദോഷം ഉസ്താദെ, ഓൾക്ക് വയറുവേദന ഉസ്താദെ, ഓൾക്ക് വയറ്റ് വേദന ഉസ്താദെ എന്നിങ്ങനെ പറഞ്ഞ് ഓരോ താത്തമാരും വിളിക്ക. ആരെ വിളിക്കണേ? പള്ളിയിലെ ഹത്തീബ് ഉസ്താദിനെ. പള്ളിയിലെ ഹത്തീബ് ഉസ്താദ് ശനി നേരം നിക്കാഹിന് പോയപ്പോ ഉസ്താദ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഉസ്താദിനെ പോലും മൈൻഡ് ചെയ്യാതെ തൊട്ടു മുമ്പിലത്തെ ടേബിളിൽ ഇരുന്നു കൊണ്ട് ചിക്കന്റെ കാല് കടിക്കണ ചങ്ങാതിയാ ഈ പറഞ്ഞ താത്തയുടെ പൊന്നുമോൻ. ഈ താത്തയുടെ പൊന്നുമോൻ ശനി നേരം കണ്ട കല്യാണത്തിനൊക്കെ കയറി ഇറങ്ങി ബിരിയാണി കഴിച്ചു.
പള്ളിയിൽ വന്നില്ല, മദ്രസയിൽ വന്നില്ല. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ സ്വന്തം പെറ്റുമ്മ വിളിച്ചിട്ട് ഉസ്താദിനോട് മക്കൾക്ക് വേണ്ടി കളവ് പറയാ, ഉസ്താദേ എന്റെ ആമിന മോൾക്ക് എന്റെ പ്രിയപ്പെട്ട കാതറാകുന്ന പൊന്നുമോന് പനിയാ ഉസ്താദേ, ഓനെ വിടാൻ പറ്റിയില്ലെന്ന് കള്ളം പറയാ. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കട്ടെ. എടാ ഖുർആൻ പഠിപ്പിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ കേട്ടോ? ഖുർആൻ പഠിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ കേട്ടോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, എല്ലാവരും അതാ മരിച്ചുകൊണ്ട് പടച്ചവന്റെ ഖബറിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവെക്കുമല്ലോ. അവിടെ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമല്ലോ. ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ അല്ലാഹുവേ എല്ലാവരും അതാ പടച്ചവന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിലു സുർമക്കോലിന്റെ നീളത്തിലു ദൂരത്തിലു സൂര്യനതാ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹുവേ നരകം കിട്ടുമോ സ്വർഗം കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറങ്ങലിച്ചു കൊണ്ട് നിൽക്കുമ്പോ യാ അല്ലാഹ് ഒരാളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. എന്നിട്ടതാ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആരെന്നറിയോ? പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനുണ്ടല്ലോ, നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. യാ അല്ലാഹ് ഇവനോദിയ ഫാത്തിഹയാണ് അല്ലാഹ്, ഇവനോദിയ യാസീനാണ് അല്ലാഹ്, ഇവനോദിയ തബാറക്കയാണ് അല്ലാഹ്, ഇവനോദിയ ഫലക്കാണ് അല്ലാഹ്, ഇവനോദിയ ആയത്തുൽ കുർസിയാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ ഖുർആനുണ്ടല്ലോ, നിനക്ക് വേണ്ടി പടച്ചവന്റെ പരലോകത്തോ എന്റെ പ്രിയമുള്ളവര് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള വാപ്പമാരോട് പറയുകയാണ്, മക്കളെയുണ്ടല്ലോ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കാൻ വിട്ടുകഴിഞ്ഞാൽ അൽഹംദുലില്ലാ അതിനുള്ള പ്രതിഫലമുണ്ടല്ലോ പടച്ച തമ്പുരാൻ നാളെയതോ തരുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ള വാപ്പമാരോട് സ്നേഹത്തിലതാ പറയുകയാണ്, ഒരു മാറ്റത്തിനുള്ള സദസ്സാണ്, ഒരു മാറ്റത്തിനുള്ള സദസ്സാണ്. യുറൂസ് കഴിഞ്ഞിന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങുമ്പോ കൽബറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു. ഖുർആനിലെ പ്രണയിക്കുന്ന വിഭാഗത്തില് പെടുത്തണേ അല്ലാ, പെടുത്തണേ അല്ലാ, പെടുത്തണേ റഹ്മാൻ. അതുകൊണ്ട് മൂന്നാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിനെ പ്രണയിക്കുന്നവരാ. നാലാമത്തെ വിഭാഗമാരോ പടച്ചവന്റെ പരലോകത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വിജയിക്കുന്നു. നാലാമത്തെ വിഭാഗമാരെന്നറിയോ? ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്തോ അവനാണ് പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്ത് വിജയിക്കുന്ന വിഭാഗമെന്ന് പറയുമ്പോ ഇവിടെ നിറഞ്ഞിരിക്കുന്ന വാപ്പമാരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് 5 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉറൂസാണല്ലോ. ഈ പാവപ്പെട്ട പള്ളിയുടെ പരിപാലകരോ നിങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ബക്കറ്റുമായിട്ട് വരുമ്പോ റസീറ്റുമായിട്ട് വരുമ്പോ അവരെ സഹായിച്ചവരാരോ, അവരെ ഇഷ്ടപ്പെട്ടവരാരോ, സദഖ കൊടുത്തവരാരോ, മാല കൊടുത്തവരാരോ, സ്വർണം കൊടുത്തവരാരോ, ബക്കറ്റിലേക്ക് പൈസ ഇട്ടവരാരോ, അൽഹംദുലില്ലാഹ് അവനാണ് പ്രിയമുള്ളവരെ പടച്ചവന്റെ പരലോകത്തില് വിജയിക്കുന്ന നാലാമത്തെ വിഭാഗമെന്ന് പറയുമ്പോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണോ, ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടണോ, മൈഗ്രെയിനിൽ നിന്ന് രക്ഷപ്പെടണോ, ഷുഗർ മാറണോ, കൊളസ്ട്രോൾ മാറണോ, വിട്ടുമാറാത്ത പനിയിൽ നിന്ന് രക്ഷപ്പെടണോ, എന്റെ പ്രിയമുള്ളവരെ ചെയ്യേണ്ടതെന്തോ സദഖയോ സദഖയോ. അതുകൊണ്ട് പടച്ചവന്റെ പരലോകത്തിൽ വിജയിക്കുന്ന നാലാമത്തെ വിഭാഗമാരോ സദഖ കൊടുക്കുന്നവരോ. അല്ലാഹുവേ സദഖ കൊടുക്കാൻ സൗഭാഗ്യം തരണേ അല്ലാ, സൗഭാഗ്യം തരണേ അല്ലാ. സദഖ കൊടുക്കുന്നവരാണ് നാലാമത്തെ പരലോകത്തെ വിജയിച്ച വിഭാഗങ്ങളെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഇപ്പൊ പള്ളി അൽഹംദുലില്ലാഹ് വളരെ മനോഹരമാകുന്ന രീതിയിൽ പണിതു അല്ലേപ്പാ, നല്ല മനോഹരമായ രീതിയിൽ. ഞാൻ കേറിയില്ല, എന്നാലും ഒരുപാട് വീഡിയോകളൊക്കെ പല ആളുകളും അയച്ചു തന്നു. അൽഹംദുലില്ലാഹ് അത് നിങ്ങളെപ്പോലുള്ള പാവങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ കൊടുത്ത ഓരോ രൂപയും ശേഖരിച്ചു വെച്ചിട്ടാ എന്റെ പ്രിയപ്പെട്ടവരെ ആ പള്ളി ഇങ്ങനെ പണിതത് അല്ലേപ്പാ. ഞാനിപ്പോ ഇങ്ങോട്ട് കടന്നു വരുന്ന വഴി അൽഹംദുലില്ലാഹ് എത്രയോ കിലോമീറ്റർ കടക്കാന് മുമ്പ് തന്നെ ട്യൂബ് ഇട്ടിട്ടുണ്ട് അല്ലേ?
6 കിലോമീറ്റർ മുമ്പ് തന്നെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അല്ല ഇട്ടില്ല, അല്ല ഇവര് കള്ളാന്ന് വിചാരിക്കും. നിങ്ങൾ പോണവര് ചിന്തിച്ചാൽ മതി. 6 കിലോമീറ്റർ അപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അതിനുള്ള പൈസ നിങ്ങൾ കൊടുത്തതാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കണ്ട പിരിവെന്ന് പറഞ്ഞപ്പോ തന്നെ ബക്കറ്റ് ആയിട്ട് വന്നുണ്ടോ? കണ്ടില്ലേ? അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ സദക്ക കൊടുത്താൽ അവർ അൽഹംദുലില്ലാ നാളെ പടച്ചവന്റെ പരലോകത്ത് വിജയിക്കുന്ന വിഭാഗം അവരാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സദക്ക കൊടുത്തോ, എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിൽ നിന്നുള്ളൊരു പരിഹാരമുണ്ട്. ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയിക്കണ ഒരു ചരിത്രമുണ്ട്. താത്തമാരെ, ഈ സ്വർണ്ണമൊക്കെ ഇങ്ങനെ ഇട്ട് നടന്നാൽ പോരാ, പള്ളിക്കൊക്കെ കൊടുക്കണം. ഈ സ്വർണമൊക്കെ ഞാൻ സ്വർഗത്തിൽ പോണോന്ന് ചോദിച്ചപ്പോ ഒരുപാട് താത്തമാര് കൈവെക്കുമ്പോ കയ്യിൽ ഇങ്ങനെ സ്വർണ്ണം ഇങ്ങനെ തിളങ്ങുക. ഇതിങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമുണ്ടപ്പ? ഒരു കാര്യമില്ല. കൊടുക്കാൻ കഴിയണം. പള്ളിക്ക് കൊടുക്കാൻ കഴിയണം, പള്ളിക്ക് ദർസുകൾക്കൊക്കെ കൊടുക്കാൻ കഴിയണം. ചില ആളുകളുണ്ട്, നമ്മുടെ ഉമ്മ മരിക്കാൻ കിടക്കുക, എന്നാലും ഉപയോഗിക്കാത്ത സ്വർണ്ണം ഉണ്ടാവും, അതൊന്നും പള്ളി കൊടുക്കൂല. ഉമ്മ മരിച്ചു കഴിയുമ്പോ മക്കളെല്ലാം കൂടി മീറ്റിംഗ് കൂടി, ഒരു 5 പവൻ പള്ളിക്ക്, ബാക്കി 50 പവൻ മക്കൾക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ വീതിച്ചു കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ജീവിച്ചിരിക്കുമ്പോ എന്താ സ്വർണം കൊടുത്തൂടെ? ജീവിച്ചിരിക്കുമ്പോ ഈ എടുത്തു വെച്ച സ്വർണത്തിൽ നിന്നൊരു പവനെങ്കിലും പള്ളിക്ക് കൊടുത്തൂടെ? മുത്തലീമിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തൂടെ? നമ്മുടെ മക്കാമിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തൂടെ? പള്ളിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് എന്റെ വക 1ാമത്തെ സഫിലെ മാറ്റ് എന്റെ വക എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ സ്വർണം കൊടുത്തൂടെ? കൊടുക്കൂല. എന്തേ? ഉമ്മ തട്ടിപ്പോണം, അപ്പോഴേ കൊടുക്കൂ. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണ് നിറയിക്കണ ഒരു ചരിത്രം അതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ഇരിക്കൂല? ഒരു 10 മിനിറ്റ് ഇരിക്കൂലേ? ഇരിക്കൂല? എന്ന് ഇരിക്കണവരൊന്ന് കൈപൊക്കിയാ നോക്കട്ടെ. ഒരു 10 മിനിറ്റും കൂടി. 10 മിനിറ്റ് കൂടി ഇരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് 11 മിനിറ്റാണ് നിങ്ങൾ എണീച്ച് പോയിക്കോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആദരവാകുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു യാചകൻ കടന്നു വന്നു. ആരപ്പ കടന്നു വന്നൊരു യാചകൻ അല്ലേ? നമ്മള് ഈ ജുമുഅ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ നമ്മുടെ മുമ്പിൽ കൈ നീട്ടണ പാവങ്ങളുണ്ട്. കൈ നീട്ടണ പാവങ്ങളുണ്ട്. ചില ഹാജിയാക്കന്മാരുണ്ട്, പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ 500ന്റെ 10 എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് 50ന്റെ മഹാത്മാഗാന്ധിജിയുടെ കണ്ണട പൊട്ടി നോട്ടെടുത്തിട്ട് എന്ത് ചെയ്യും? ഇട്ടുകൊടുക്കണ ചില വാപ്പന്മാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളെപ്പോഴും ദുആ ചെയ്യണം, റബ്ബേ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാഹ്. മറ്റൊരാളുടെ മുമ്പിൽ ഞങ്ങൾ കൈനീട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ദുആ ചെയ്യണം. റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ഒരു യാചകൻ കടന്നു വന്നു. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, വിശക്കുന്ന നബിയെ, ദാരിദ്ര്യമാ നബിയെ, പട്ടിണിയാ നബിയെ. നബി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർ ആയിഷ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ആയിഷ ഉമ്മ പറഞ്ഞു, പിരിക്കണമെന്നില്ല, ഞാൻ സദക്കയുടെ ബർക്കത്ത് പറയാം ഇൻഷാ അല്ലാഹ്. ആദരവാകുന്ന പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല. ആയിഷ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആയിഷ ഉമ്മ പറഞ്ഞു, നബിയെ, കുടിക്കാൻ പോലും ഇവിടെ വെള്ളമില്ല നബിയെ, കുടിക്കാൻ പോലും ഇവിടെ വെള്ളമില്ല നബിയെ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഈ യാചകനോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ഫാത്തിമയുണ്ടല്ലോ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. അവിടേക്ക് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാത്തിമയുണ്ടല്ലോ കഴിക്കാൻ എന്തെങ്കിലും തരുന്നതാണ്. ഫാത്തിമ ബീവിയുടെ ചാരത്ത് ചെന്ന് യാചകനതാ ചോദിക്കുകയാണ്, ഫാത്തിമ, കഴിക്കാൻ ഭക്ഷണമുണ്ടോ, കുടിക്കാൻ വെള്ളമുണ്ടോ? ഫാത്തിമ ബീവി എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്ത് തിരയുകയാണ്, കഴിക്കാൻ ഒന്നുമില്ല അല്ലാ. ഫാത്തിമ ബീവി എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ പ്രിയപ്പെട്ട മക്കളാകുന്ന ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പൊതച്ചിരിക്കുന്ന പൊതപ്പുണ്ടല്ലോ, എടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ യാചകന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അല്ലാ, യാചകനതാ പറയുകയാണ്, ഫാത്തിമ, എനിക്ക് വിശപ്പാണ് വലുത് ഫാത്തിമ, എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണം ഫാത്തിമ. ഫാത്തിമ എന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാ, ഫാത്തിമയുടെ വീട്ടിലേക്ക് ഒരാൾ വിശന്നുകൊണ്ട് കടന്നു വന്നിട്ടു, കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, കുടിക്കാൻ വെള്ളമില്ലല്ലോ.
ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. അല്ലാഹു പടച്ച തമ്പുരാൻ ഫാത്തിമ ബീവിക്ക് അറിയിച്ചു കൊടുത്തു, ഫാത്തിമ, നിന്റെ വീടിന്റെ അകത്ത് വസ്ത്രങ്ങളെല്ലാം പുതച്ച് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നീ ചെന്ന് നോക്ക്, അവിടെ ഒരു മനോഹരമാകുന്ന ഒരു സമ്മാനം നിനക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ആ വസ്ത്രങ്ങളൊക്കെ മാറ്റി നോക്കുമ്പോ ഒരു മനോഹരമാകുന്ന ഒരു പൊതി ഇങ്ങനെ കാണുകയാണ്. ആ പൊതി പടച്ചവനെ ഫാത്തിമ ബീവി തുറന്നു നോക്കുമ്പോ ഫാത്തിമ ബീവി ഏങ്ങലടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവനെ കരയുകയാ. ഫാത്തിമ ബീവി ഒരു സ്വർണത്തിന്റെ മാല എടുത്തിട്ട് അതിലിങ്ങനെ ചുംബിച്ചു. എന്നിട്ട് യാചകന്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു. യാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുകയാണ്. യാചകനോട് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ള ചോദിക്കുകയാണ്, ഫാത്തിമ എന്താണ് തന്നത്? ഫാത്തിമ എന്താണ് തന്നത്? ഫാത്തിമ എന്താണ് നിനക്ക് തന്നതെന്ന് റസൂലുള്ള ചോദിച്ചു. റസൂലുള്ളയോട് യാചകൻ പറഞ്ഞു, നബിയേ, എനിക്ക് ഫാത്തിമ ഒരു മാല തന്നു നബിയേ. ആ മാല തന്നപ്പോ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ടാ തന്നത്. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ടാ തന്നത്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാണ്, ആ മാലയൊന്ന് കാണിക്കുമോ? ആ മാലയൊന്ന് കാണിക്കുമോ? ഫാത്തിമ നിനക്ക് തന്ന മാലയൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? എന്നെ പ്രിയപ്പെട്ടവരെ യാചകനാ മാല എടുത്തു കൊടുക്കുമ്പോ നബി തങ്ങൾ കരയുകയോ? നബി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഏങ്ങലടിച്ചുകൊണ്ട് കരയുകയാണ്. സഹാബത്തതാ ചോദിക്കുകയാണ്, എന്തിനാണ് നബിയേ കരയുന്നതെന്തിനാ? കരയുന്നതെന്തിനാ? നൊമ്പരപ്പെടുന്നതെന്തിനാ? സങ്കടപ്പെടുന്നതെന്തിനാ? പടച്ചവനെ, ഉടൻ തന്നെ നബി തങ്ങളതാ പറയുകയാണ്, ഈ മാല ആരുടെയെന്നറിയോ? ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാ. എന്റെ പ്രിയപ്പെട്ട ഖദീജ അതാ മരണപ്പെടാൻ കിടക്കുന്ന സമയത്തു എന്റെ പൊന്നുമോള് ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞതെന്തെന്നറിയോ? ഒരുപാട് സ്വത്തുകള് എനിക്ക് അല്ലാഹു തന്നതോ അതെല്ലാം ദീനിന് വേണ്ടി കൊടുത്തു ഫാത്തിമ. അവസാനമായി എന്റെ കയ്യിലുള്ളത് ഈ മാല മാത്രമാണ്, അതാണ് നിനക്ക് ഞാൻ ഊരിത്തരുന്നതെന്ന് ഖദീജ ബീവി എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവിക്ക് കൊടുത്ത മാലയാ. ആ മാലയാണ് ഫാത്തിമ ബീവി ഊരി കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാര് തങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അന്ന് ഫാത്തിമ ബീവി മാല ഊരി കൊടുത്തില്ല. ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളാകും ഹസനും ഹുസൈനും ഉണ്ടല്ലോ, കരയുകയോ? പടച്ചവനെ, റസൂലുള്ളാഹി ഫാത്തിമ ബീവിയോട് ചൂടാകുകയാണ്. എന്താണ് ചൂടാകുന്നതെന്നറിയോ? ഫാത്തിമ, ഫാത്തിമ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ കരയുന്നത് കണ്ടില്ലേ? അവർക്ക് നീ പാല് കൊടുത്തില്ലേ എന്നെ പ്രിയപ്പെട്ടവരെ ചോദിക്കുന്ന സമയത്തു ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ മകളാകുന്ന ഫാത്തിമയുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, ദിവസങ്ങളായി നബിയേ, അങ്ങയുടെ മകളാകുന്ന ഫാത്തിമയുണ്ടല്ലോ, ഒരിറ്റ് വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി നബിയേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഹസനും ഹുസൈനും ഉണ്ടല്ലോ, എന്റെ മാറിൽ വന്ന് ഈമ്പുമ്പോ, എന്റെ മാറിൽ വന്ന് പാല് കുടിക്കാൻ ചപ്പുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല നബിയേ, എന്റെ മാറിൽ നിന്ന് ചോരയാണ് വരുന്നത് നബിയേ. ആ സമയത്ത് പോലും ഊരിക്കൊടുക്കാത്ത മാലയുണ്ടല്ലോ, ഒരു പാവപ്പെട്ട യാചകം വന്ന് കൈ നീട്ടുമ്പോ കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഇഖ്ലാസോടെ, അതബോടെ, ഈമാനോടെ, എന്റെ പ്രിയപ്പെട്ടവരെ നിഷ്കളങ്കതയോടെ സദഖ കൊടുത്തോ, അവരാണ് പടച്ചവന്റെ പരലോകത്ത് വിജയിക്കുന്ന നാലാമത്തെ വിഭാഗമെന്ന് പറയുമ്പോ, യാ അല്ലാഹ്, ഈ പള്ളിക്ക് വേണ്ടി സദഖ കൊടുത്ത സാധുക്കളല്ല, പാവങ്ങളല്ല, പടച്ചവനെ, അവരുടെ സദഖ കാരണമായി പടച്ചവന്റെ പരലോകത്ത് വിജയിക്കുന്ന വിഭാഗത്തില് പെടുത്തണേ റബ്ബേ, പെടുത്തണേ അല്ലാഹ്, പെടുത്തണേ റഹ്മാനേ.